കഥ തുടരുന്നു. ശത്രു പിന്നിലുണ്ട് എന്നറിയാതെ റാണി IPS മാരുതി ജിപ്സിയുടെ ആക്സിലേറ്റർ ഞെരിച്ചു. അതേ നേരത്തെ തന്നെ ആ കറുത്ത ടാറ്റ സുമോയുടെയും വേഗത കൂടി. തിരക്കേറിയ റോഡായതിനാൽ പിന്നിലുള്ളത് തങ്ങളെ ഫോളോ ചെയ്യുന്ന വാഹനമാണെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ആ ടാറ്റ സുമോ ഹോൺ മുഴക്കി കൊണ്ട് മിന്നൽ പോലെ ജിപ്സിയെ മറികടന്നു. അതേ നിമിഷത്തിൽ തന്നെ അത് ഇടത്തേക്ക് വെട്ടിക്കുകയും ബ്രേക്ക് ഒന്ന് അമർത്തുകയും ചെയ്തു. റാസ്കൽ പല്ല് കടിച്ചുകൊണ്ട് റാണി ബ്രേക്ക് ആഞ്ഞമർത്തി. പിന്നിൽ ഇരുന്ന സീത മുന്നോട്ടാഞ്ഞ് മുൻ സീറ്റിൻ്റെ പിന്നിൽ ഇടിച്ചു. എന്താ മോളേത്? അവന്മാർ കാണിച്ച പണി കണ്ടില്ലമ്മേ. റാണി തല പുറത്തേക്കിട്ടപ്പോഴേക്കും സുമോ വേഗത വീണ്ടെടുത്തിരുന്നു. അവന്മാരെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവൾ ഗിയർ ചേഞ്ച് ചെയ്ത് ആക്സിലേറ്ററിൽ കാലമർത്തി. ജോഷി ജോണിൻ്റെ കൈ ധരിക്കുകയായിരുന്നു. അവന്മാരെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. എന്നാൽ പെട്ടെന്നാണ് സുമോയുടെ പിന്നിലെ ഗ്ലാസ് അല്പം നീങ്ങിയതും അതുവഴി ആരോ അള്ളുവാരി റോഡിലേക്ക് എറിഞ്ഞതും. വെട്ടിച്ചു മാറ്റാൻ അവസരം കിട്ടും മുമ്പ് ജിപ്സിയുടെ മുൻ ടയറുകളിൽ അള്ള് പൊളഞ്ഞിറങ്ങി. ജീപ്പൊന്ന് പാളി. എങ്കിലും അത് ഇടത്തേക്ക് വെട്ടിച്ച് നിയന്ത്രിച്ച് നിർത്താൻ അവൾക്ക് കഴിഞ്ഞു. റാണിയും ജോഷിയും ഒരുപോലെയാണ് സുമോയുടെ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കിയത്. പക്ഷേ ഫോർ രജിസ്ട്രേഷൻ എന്നായിരുന്നു അവിടെ എഴുതിയിരുന്നത്. ഗ്ലാസിന് പിന്നിൽ മഞ്ഞ ലിപികളിൽ കർണൻ എന്നും എഴുതിയിരുന്നു. റാണിയുടെ കണ്ണുകളിൽ ഒരു മിന്നലാട്ടമുണ്ടായി. കർണൻ, കൊച്ചിയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുന്ന അണ്ടർ വേൾഡ് കിങ്. മുന്നിൽ മറ്റ് വാഹനങ്ങൾക്കിടയിൽ സുമോ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇവിടേക്ക് വന്നപ്പോൾ തന്നെ അശുഭലക്ഷണമാണല്ലോ ഗുരുവായൂരപ്പ, സീത പിറുപിറുത്തു. അപ്പോഴേക്കും ജിപ്സിയെ കടന്നുപോയ ചില വാഹനങ്ങൾ കുറെ മുന്നിലായി നിൽക്കുന്നതും അതിൽ നിന്നും ആളുകൾ ഇറങ്ങി ടയറുകളിലേക്ക് നോക്കുന്നതും അവർ കണ്ടു. അവയിലും അള്ളു കയറിയെന്ന് തോന്നുന്നു, ജോഷി ജോൺ പറഞ്ഞു. അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് റാണി ഡോർ തുറന്നിറങ്ങി. ജോഷിയും. അപ്പോൾ ജിപ്സിയുടെ പിൻഭാഗം പതിയെ താഴുന്നത് കണ്ടു. കാറ്റ് പോകുന്ന ശബ്ദവും പിൻചക്രങ്ങളും. അള്ളു കയറിയല്ലോ ജോഷി. റോഡിൽ ഇരുഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് റാണി മൊബൈൽ ഫോൺ എടുത്തു. അപ്പോൾ എതിർദിശയിൽ നിന്ന് ഒരു പോലീസ് ജീപ്പ് ചീറി വരുന്നത് കണ്ടു. അവൾ കൈ ഉയർത്തി കാണിച്ചു. പോലീസ് ജീപ്പ് സിഗ്നൽ ലൈറ്റ് ഇട്ടുകൊണ്ട് ജിപ്സിക്കരികിലേക്ക് വന്നു. അതിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ആം റാണി IPS. ഞങ്ങൾക്ക് എത്രയും വേഗം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തണം. ഡ്രൈവർ എൻജിൻ ഓഫ് ചെയ്യാതെ ഗിയർ ന്യൂട്രലാക്കിയിട്ട് ചാടിയിറങ്ങി സല്യൂട്ട് ചെയ്തു. കാരണം മാഡം. റാണി അമ്മയെ വിളിച്ചു. ജിപ്സിയിലിരുന്ന പെട്ടികളും എടുത്ത് പോലീസ് ജീപ്പിൽ വെച്ചു. ജോഷി ജോണും സീതയും പിന്നിലാണ് കയറിയത്. റാണി മുന്നിലും. ജീപ്പ് വെട്ടിത്തിരിഞ്ഞ് കമ്മീഷണർ ഓഫീസിലേക്ക് പാഞ്ഞു. അത് കലക്കി. കരുണദാസ് തിമ്മയ്യനെയും മറ്റും അഭിനന്ദിച്ചു. ഇനി കളി അവർ തമ്മിലായിക്കോളും. എന്നാലും ആ പെൺപുലിയുടെ ദയനീയാവസ്ഥ എനിക്ക് കൂടി ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. തിമ്മയ്യനും മറ്റും ഉണ്ടായ കാര്യം വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചപ്പോഴുള്ള കരുണദാസിൻ്റെ പ്രതികരണമായിരുന്നു അത്. ഇനി കുറച്ചു കാലം നമ്മൾക്ക് കളികൾ കാണാനും പുതിയ കരുക്കൾ നീക്കാനും ഉള്ളതാണ്. ഒരു കുറുക്കൻ്റെ കൗശലം നിറഞ്ഞ മുഖത്തോടെ അയാൾ കഷണ്ടിത്തലയിൽ പതിയെ തലോടി. അനുചരന്മാർക്കും തങ്ങളുടെ നേതാവിൻ്റെ അകമഴിഞ്ഞ പുകഴ്ത്തലിൽ സംതൃപ്തി കിട്ടി. ഇനി അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തിമ്മയ്യൻ ധൃതിയിൽ തിരക്കി. പറയാറായിട്ടില്ല. അവളുടെ അരങ്ങേറ്റ ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്ന് വിലയിരുത്തി നോക്കാം. കരുണദാസ് ഒരു ചുരുട്ടെടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. റാണി IPS കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായും ജോഷി ജോൺ അവളുടെ കീഴിൽ തന്നെയുള്ള DYSP ആയും ചാർജ് എടുത്തു. പഞ്ചറായി റോഡിൽ കിടക്കുന്ന മാരുതി ജിപ്സി ശരിയാക്കിക്കൊണ്ട് വരാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. അനന്തരം റാണി തൻ്റെ ഓഫീസിൽ ഉള്ളവരെയൊക്കെ പരിചയപ്പെട്ടു. പിന്നീട് പറഞ്ഞു, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നത്തക്ക പ്രവൃത്തികളൊക്കെ കണ്ടെന്നിരിക്കും. എങ്കിലും ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ആരുടെയും കാര്യത്തിൽ റെക്കമെൻഡേഷനുമായി എൻ്റെ മുന്നിൽ വരരുത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ പറയൂ, പ്രവർത്തിക്കൂ. അത് കേട്ടപ്പോൾ CI ഗണേഷും SI ചിത്രാംഗനും മുഖം നോക്കി. റാണി തുടർന്നു, എന്ന് വെച്ച് നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് എന്നോട് പെരുമാറരുത്. ഏത് കാര്യവും തുറന്നു പറയാം, നേരത്തെ പറഞ്ഞതൊഴികെ. അത് സമ്മതമാണെന്ന ഭാവത്തിൽ എല്ലാവരും നിന്നു. റാണി IPS തിരിഞ്ഞ് തൻ്റെ ക്യാബിനിലേക്ക് കയറി. അതിനിടെ പറഞ്ഞു, കമോൺ ജോഷി. ഹാഫ് ഡോർ അടഞ്ഞു കഴിഞ്ഞപ്പോൾ ചിത്രാംഗതൻ ഗണേഷിനോട് പറഞ്ഞു, പുത്തൻ പെണ്ണ് പുരപ്പുറ വരെ തൂക്കുമെന്ന് പറയുന്നത് പോലെയാ റാണി മാഡത്തിൻ്റെ കാര്യം. അല്ലെങ്കിൽ സാറ് നോക്കിക്കോ, 4 ദിവസം കഴിയുമ്പോൾ ഇങ്ങ് താഴെ വരും. ഗണേഷ് ചിരിച്ചു. കേട്ടു നിന്നിരുന്നവർ അത് ശരിയാണെന്ന ഭാവത്തിൽ തലയാട്ടി. അവിടെ നിന്നും ട്രാൻസ്ഫർ ആയിപ്പോയ കമ്മീഷണറുടെ ക്വാർട്ടേഴ്സിൽ അമ്മയെ തൽക്കാലം ഇരുത്തിയിട്ട് ഓഫീസിലേക്ക് പോരുകയായിരുന്നു റാണി. ജോഷി. ക്യാബിനിൽ തൻ്റെ കസേരയിൽ ഇരുന്നിട്ട് എതിർഭാഗത്തെ കസേരയിലേക്ക് ജോഷി ജോണിനായി കൈ ചൂണ്ടുന്നതിനിടയിൽ അവൾ പറഞ്ഞു, തിരുവനന്തപുരം തലസ്ഥാനമാണെങ്കിലും ആ പട്ടണത്തിൻ്റെതിനേക്കാൾ 10 ഇരട്ടി തലവേദനയുണ്ടാവും നമുക്കിവിടെ. വരും വഴി തന്നെ നമുക്കത് ബോധ്യപ്പെട്ടല്ലോ മാഡം. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് കഴിവതും വേഗത്തിൽ കർണൻ എന്ന അധോലോക നായകനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. പറ്റിയാൽ ഒരു ഫോട്ടോയും. സാർ, ഇന്നത്തെ അറ്റാക്കിന് വേണമെങ്കിൽ ഒരു കേസ് ചുമത്തി അയാളെ ആദ്യമേ തന്നെ അകത്താക്കിയാലോ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് ജോഷി. ഈ കർണൻ എന്ന് പറയുന്നയാൾ നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നാൽ ഉടനെ കൂടെ പോരുമെന്നാണോ നിങ്ങൾ കരുതുന്നത്?
ചീഫ് മിനിസ്റ്റർ വിചാരിച്ച പോലും അത്ര വേഗം അയാളെ കുരുക്കാനാവില്ല. കേട്ടിടത്തോളം നമ്മളൊക്കെ അയാൾക്ക് മുന്നിൽ വെറും കീടങ്ങളാണ്. പിന്നെ പൂർത്തിയാക്കാതെ റാണി നിർത്തി. മാഡം, ഇന്ന് അങ്ങനെയൊരു സീൻ ഉണ്ടാക്കിയത് കർണൻ്റെ ആളുകളാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഒന്നും മനസ്സിലാക്കാത്ത ഭാവത്തിൽ ജോഷി അവളെ തുറച്ചു നോക്കി. റാണി വ്യക്തമാക്കി, നമ്മളും അയാളും തമ്മിൽ മുൻപരിചയമോ ശത്രുതയോ ഇല്ല. ആ നിലയ്ക്ക് അയാൾ ഇങ്ങോട്ട് വന്ന് നമ്മളെ പ്രകോപിപ്പിക്കേണ്ട കാര്യമെന്താണ്? ഒരു കൊള്ളക്കാരനും മേലുനോവാതെ മനഃപൂർവ്വം ഒരാളെ ശത്രുവാക്കില്ല. അപ്പോൾ പിന്നെ നമ്മളെ? അതാണ് എൻ്റെ സംശയം. കർണൻ എന്ന പേരെഴുതി ഒരു വാനുമായി വന്നാൽ നമ്മൾ സ്വാഭാവികമായും അയാളെക്കുറിച്ച് ചിന്തിക്കും. അയാളെ ശത്രുസ്ഥാനത്ത് നിർത്തി പ്രവർത്തനം തുടങ്ങും. അതുകൊണ്ട് പ്രയോജനമുള്ള മറ്റാരെങ്കിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. പ്രധാനമന്ത്രിയുടെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിയമസഭകളും ആശുപത്രികളും വരെ ഇവിടെ തല്ലി തകർക്കപ്പെട്ടിരിക്കുന്നു. പിന്നെയാ ഇത്? നമ്മൾ തൽക്കാലം അയാളെ അങ്ങോട്ട് കടന്ന് ആക്രമിക്കേണ്ട എന്നാണ് മാഡത്തിൻ്റെ തീരുമാനം, അല്ലേ? യെസ്, അയാൾ വരും, ഒരു നിയോഗം പോലെ. അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. സാറിന് താമസിക്കുന്നത് ആ ക്വാർട്ടേഴ്സിൽ തന്നെയാണോ? തീരുമാനിച്ചിട്ടില്ല. പറ്റിയാൽ വാടകയ്ക്ക് കിട്ടുന്ന ഒരു ഫ്ലാറ്റിലേക്ക് മാറണം എന്നാണ് എൻ്റെ വിചാരം. മാഡം. ജോഷി സാർ എണീറ്റ് സല്യൂട്ട് നൽകി. അപ്പോൾ തന്തയ്ക്ക് പിറക്കാത്തവൻ അങ്ങനെയൊരു കളി കളിച്ചു അല്ലേ? നെറ്റി ചുളിച്ചുകൊണ്ട് കർണൻ മണിവേലുവിനെ നോക്കി. റാണി IPSൻ്റെ വാഹനത്തിന് കരുണാദാസിൻ്റെ ആളുകൾ അള്ളുവച്ചതും വാനിൽ തൻ്റെ പേര് എഴുതിയിരുന്നതുമെല്ലാം കർണൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇവിടെ വന്ന അന്ന് തന്നെ കമ്മീഷണറുടെ മനസ്സിലേക്ക് നമ്മുടെ പേരുകൾ തിരികെ കയറ്റാൻ അവന് കഴിഞ്ഞല്ലോ. അതിന് ഒരു കൊച്ചു സമ്മാനം കൊടുക്കണ്ടേ? വേണം. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് അവൻ ചെയ്യുന്നത് പോലെയുള്ള ചീപ്പ് ചരിത്രത്തിലൂടെയല്ല, അവനാണെന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ. കമ്മീഷണർക്ക് അവനോട് വിദ്വേഷം തോന്നത്തക്ക രീതിയിൽ പ്രീപെയ്ഡ് കാർഡുള്ള ഒരു മൊബൈൽ ഫോൺ വേണം. കാര്യം മനസ്സിലായില്ലെങ്കിലും മണിവേലി വാച്ചിട്ട് ഒരു പ്രീപെയ്ഡ് സിം കാർഡ് വാങ്ങിപ്പിച്ചു. പിന്നെ അതൊരു പഴയ മൊബൈൽ ഫോണിലിട്ടിട്ട് കർണന് നൽകി. എന്താണ് തന്ത്രം എന്നറിയാതെ. കർണൻ്റെ കൈവിരൽ നമ്പറുകളിൽ അമർന്നു. നിമിഷങ്ങൾ. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. കർണൻ മണിവേലുവിനെ നോക്കി കണ്ണടച്ചു കാണിച്ചു. അപ്പുറത്ത് റിസീവർ എടുത്തു. ഹലോ, കമ്മീഷണർ ഓഫീസ്. അപ്പുറത്തു നിന്നും ഒരു സ്ത്രീ ശബ്ദം. കർണൻ പെട്ടെന്ന് ശബ്ദം മാറ്റി പറഞ്ഞു. കമ്മീഷണർ റാണി സാറിനൊന്ന് വേണം. യെസ്, റാണി സ്പീക്കിംഗ്. ഹു ആർ യു? അതൊക്കെ പിന്നെ പറയാം സാറേ. ഇപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യത്തിനാണ്. കള്ളക്കടത്തുകാരൻ കർണൻ്റെ ആളുകൾ ഇന്ന് സാറിനെതിരെ എന്തൊക്കെയോ ചിലത് നടത്തിയെന്നറിഞ്ഞു. വിടരുത് സാറേ, അവനെ അകത്താക്കണം. ഇത് തന്നെ പറ്റിയ സമയം. നിങ്ങൾ ആരാണെന്ന് പറയൂ. റാണി IPSൻ്റെ സ്വരം കടുത്തു. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരാളാ സാറേ. പക്ഷേ കർണന് വിടരുത്. എന്നാൽ പണ്ടത്തെ ഒരു കള്ളക്കടത്തുകാരനുണ്ട് ഇവിടെ, കരുണാദാസ്. ഇപ്പോൾ പഴയ തൊഴിലൊക്കെ നിർത്തി മാന്യമായി ജീവിക്കുക. അയാൾ വേണമെങ്കിൽ സാറിനെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി ശരി, ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയാകാം. എന്താ? ഓക്കെ സാർ. എന്തിനാ എപ്പോഴും ഞാൻ? ഓ സോറി, കരുണാദാസ് ഒരുക്കമാണ്. കർണൻ പെട്ടെന്ന് ഫോൺ വെച്ചു. പിന്നെ മണിവേലുവിനെ നോക്കി. എങ്ങനെയുണ്ടായിരുന്നു? കലക്കി. അവസാനത്തെ ഡയലോഗ് കൂടിയായപ്പോൾ വിളിച്ചത് ദാസാണെന്ന് അവൾ തീർച്ചയാക്കി കാണും. അത് ശരിയുമായിരുന്നു. അപ്പോൾ തന്നെ റാണി IPS DYSP ജോഷി ജോണിനെ വിളിച്ചു. ഒരു കാര്യം കൂടി അറിയണം. വൺ മിസ്റ്റർ കരുണാദാസ്, ഫോർമർ അണ്ടർവേൾഡ് കിങ്. മാഡം, ഇപ്പോൾ അയാൾ എങ്ങനെയാണ്? സത്യസന്ധനാണോ അതോ എല്ലാം പടമാണോ എന്ന്? മാഡം, ഞാൻ അമ്മയുടെ അടുത്തേക്കൊന്ന് പോവുകയാണ്. പറ്റിയാൽ ഇന്ന് തന്നെ അവിടെ നിന്ന് മാറണം. ഒരു ഫ്ലാറ്റ് നോക്കാനുണ്ട്. മാഡം. തൊപ്പിയും കൈനും എടുത്ത് റാണി എഴുന്നേറ്റു. ഗിരിനഗറിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ 5ാം നിലയിലുള്ള ഫ്ലാറ്റാണ് റാണി IPSന് വാടകയ്ക്ക് കിട്ടിയത്. അമ്മയെയും കൂട്ടി അവൾ അവിടെ എത്തി. ഇരുവർക്കും ഫ്ലാറ്റ് ഇഷ്ടമായി. 2 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമും ഉള്ളതാണ്. പിന്നെ സിറ്റിംഗ് കം ഡൈനിങ് റൂം, കിച്ചൺ, ചെറിയ സ്റ്റോർ, അസ്തമയം ആസ്വദിക്കത്തക്ക വിധത്തിൽ ചെറിയ സിറ്റ് ഔട്ട് എല്ലാം ഉണ്ട്. അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്തെ ക്വാർട്ടേഴ്സിൽ നിന്നും തങ്ങളുടെ സാധനങ്ങളെത്തും. അതുവരെ ഹോട്ടൽ ഭക്ഷണം ആകാമെന്ന് കരുതി. ക്വാർട്ടേഴ്സ് വേണ്ടതും ഫ്ലാറ്റ് മതിയെന്ന് റാണി തീരുമാനിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തേക്കാൾ വമ്പൻ തിമിംഗലങ്ങളാണ് ഇവിടെയുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റംപ്റ്റിന് ശത്രുക്കൾക്ക് അത് ഏറെ സഹായകരമാകും. ഇവിടമാണെങ്കിൽ കുറേ കൂടി സുരക്ഷിതമാണ്. ചുറ്റും മതിലുണ്ട്, വാച്ചറുണ്ട്. റൂമിലേക്ക് വിളിച്ച് അനുവാദം ചോദിക്കാതെ ആരെയും കടത്തിവിടില്ല. അതല്ലെങ്കിൽ അപരിചിതരുമായുള്ള കൂടിക്കാഴ്ച താഴത്തെ വിസിറ്റേഴ്സ് റൂമിൽ വെച്ചാകും. ഇവിടെ മുറിയിൽ വന്ന് ആക്രമിച്ചിട്ട് അത്ര വേഗം ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയുമില്ല. ഇവിടെ കുറേ കാലം നമ്മൾ ഉണ്ടാകുമോ മോളെ? തെല്ലു ചിരിയോടെയാണ് സീത മകളെ നോക്കിയത്. തീർച്ച പറയാനാവില്ല. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് കഴിഞ്ഞത്രയും നാളുകൾ ഇവിടെ പറ്റിയെന്ന് വരില്ല. അവളൊരു കസേരയിലിരുന്നു. കൊണ്ടുവന്ന പെട്ടികളൊക്കെ മുറിയിൽ അടക്കി വച്ചിരിക്കുന്നു. പകൽ പോയി സന്ധ്യ വന്നു. എറണാകുളത്തെ വൈദ്യുതി വിളക്കുകൾ പകലാക്കി മാറ്റി. റോഡിൽ തിരക്ക് കൂടി. മറൈൻ ഡ്രൈവിൽ കാറ്റേറ്റിരുന്നവർ ഇനിയും മടങ്ങിയിട്ടില്ല. പാർക്കിംഗ് ഏരിയ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്തിക്കൂട്ടിന് പണച്ചാക്കുകളെ തേടിയെത്തിയ സുന്ദരിമാർ അക്കൂട്ടത്തിലുണ്ട്.
കടല വിൽക്കുന്ന പിള്ളേരിൽ നിന്നും ഓരോ പൊതി കടല വാങ്ങി കുറച്ചുകൊണ്ട് അവർ ഇരകൾക്കായി ചൂണ്ടയിടുന്നു. തിരക്കിനിടയിൽ പോക്കറ്റടിക്കാരും സ്ത്രീകളുടെ ആഭരണങ്ങൾ കവർന്നെടുക്കാനും തക്കം പാർത്ത് നടക്കുന്നവരുമുണ്ട്. ഇക്കൂട്ടരെ തേടിയെത്തിയ പോലീസുകാരും മഫ്റ്റിയിലുണ്ട്. ആകെ കൂടി ഒരു ഉത്സവത്തിൻ്റെ തിരക്ക്. യാത്രാ ബോട്ടുകൾ അങ്ങിങ്ങ് പോകുന്നുണ്ട്. ഷിപ്പ്യാർഡിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളിലെ വെളിച്ചം നക്ഷത്രങ്ങൾ പോലെ തോന്നി. കൽക്കെട്ടിൽ വന്നടിക്കുന്ന ഓളങ്ങളുടെ ഒച്ച എല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കൽക്കെട്ടിൽ കടലയും തിന്നിരിക്കുകയായിരുന്നു കർണൻ്റെ മകൻ അർജുനും കൂട്ടുകാരും. എന്താടാ ഇന്ന് ഇവിടെ തന്നെ എങ്ങനെ ഇരിക്കുന്നത്? ബീറടിക്കാനും മറ്റോ പ്ലാനുണ്ടോ? കൂട്ടുകാർ തിരക്കി. അങ്ങനെ യാതൊരു വിചാരവുമില്ല. ചിരിച്ചുകൊണ്ട് അവൻ കൈകൂപ്പി. മാത്രമല്ല ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനും ഉദ്ദേശ്യമില്ല. അത് ഞങ്ങൾ കിട്ടുമെന്ന് തങ്ങിയതാണല്ലോ അളിയ, അവർ പറഞ്ഞു. ഈ നേരത്താണ് ലൈറ്റുകളുടെ പ്രഭാപൂരത്തിനിടയിലൂടെ അവൾ വന്നത്. കണ്ടവർ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കി. അളിയ, അവളെ കണ്ടോ? ഇമ്മാനുവൽ അർജുനനെ തോണ്ടി. എന്നതാടാ? അവൻ തലയിളക്കി. എന്നാൽ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹായ് എന്നൊരു ശബ്ദം അറിയാതെ ചുണ്ടുകളിൽ നിന്നടർന്നു. ഇറുകിയ കറുത്ത ജീൻസും ചുവന്ന ടീഷർട്ടും വേഷം, ഹൈ ഹീൽഡ് ചെറുപ്പ്, കയ്യിൽ സ്വർണ്ണ ചെയിനുള്ള ചെറിയ ഹാൻഡ് ബാഗ്. പവൻ്റെ നിറമാണ് അവൾക്ക്. ലിഫ്റ്റിക്കിട്ട ചുണ്ടുകളും മനോഹരമായ കണ്ണുകളും. ഒരു കാറ്റ് വീശിയപ്പോൾ നീളമുള്ള അവളുടെ തലമുടി ഇളകിയാടി. ഇറുകിയ വസ്ത്രങ്ങളായിരുന്നതിനാൽ ശരീരത്തിൻ്റെ മുഴുപ്പുകൾ മുഴുവൻ ദൃശ്യമായിരുന്നു. നോക്കുന്നവരുടെ മുഴുവൻ മനസ്സിനെ ഇളക്കിക്കൊണ്ട് നടന്നു വരികയായിരുന്നു അവൾ. എന്നാൽ അർജുൻ ഇരിക്കുന്ന ഭാഗത്തെത്തിയതും അവൾ ഇടം കണ്ണിട്ട് അവനെ ഒന്ന് നോക്കി. പിന്നെ ഒരു കള്ളച്ചിരി. ഇടത് കണ്ണൊന്ന് ഇറക്കി നടന്നുപോയി. അളിയ, നിന്നെ മാത്രം അവൾ ശ്രദ്ധിച്ചത് കണ്ടോ? അവളുടെ കൂടുന്ന ചെലടാ, ആരാണെന്ന് അറിഞ്ഞിട്ടെങ്കിലും പോര്, കൂട്ടുകാർ അടക്കാനാവാത്ത സന്തോഷത്തോടെ പറഞ്ഞു. അർജുൻ്റെ മനസ്സും അവളെ കണ്ടപ്പോൾ ഒന്ന് ഇളകി എന്നുള്ളത് സത്യമാണ്. എങ്കിലും അതവൻ പുറത്തു കാട്ടിയില്ല. അവൾ ആരായാലും എനിക്കെന്താ? ഒരുത്തിരെ പിന്നാലെ ഞാൻ നടക്കുമെന്ന് നീ ഒന്നും കരുതുകയും വേണ്ട. എടാ, സാധാരണ പെൺപിള്ളേരെ പോലെയാണോ ഇവള്? അല്ല പിന്നെ, ഇവൾക്ക് ഏതാണ്ട് പ്രത്യേകതയുണ്ടോ? ഛേ, വഷളത്തരം പറയാതടാ. വിളിക്കാതെ കയറി വന്ന മഹാലക്ഷ്മിയെ പുറംകാലുകൊണ്ട് തട്ടിക്കളയല്ലേ? ഇവള് മഹാലക്ഷ്മിയാണോ അതോ യക്ഷിയാണോ എന്ന് നിനക്കൊക്കെ എങ്ങനെ പറയാൻ കഴിയുമെടാ? ഇവനോട് സംസാരിച്ച് വെറുതെ നാക്കിലെ വെള്ളം വറ്റിച്ചിട്ട് കാര്യമില്ല, അഭിലാഷ് പിറുപിറുത്തു. ഒരു ബിയർ പോലും ഇന്ന് കിട്ടത്തില്ലെന്ന് ഉറപ്പായ നിലയ്ക്ക് ചുമ്മാതിരിക്കുന്നതാ ബുദ്ധി. പറയുന്നതിനിടയിൽ ഒരിക്കൽ കൂടി അവൻ തിരിഞ്ഞു നോക്കി. അവളെ കണ്ടില്ല, എങ്ങോ മറഞ്ഞു കഴിഞ്ഞിരുന്നു. കണ്ണദാസിൻ്റെ മകൾ ചെൽസയാണതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കൂട്ടുകാരോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവളെ ഒന്നുകൂടി കണ്ടാൽ കൊള്ളാമെന്ന് അർജുന് തോന്നിയിരുന്നു. രാത്രി 8 മണി കഴിഞ്ഞു. ഒരുപാട് യാത്ര ചെയ്ത ദിവസമായിരുന്നതിനാൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു റാണിക്കും അമ്മയ്ക്കും. നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയാലോ അമ്മേ? റാണി ചോദിച്ചു. ഞാൻ അക്കാര്യം നിന്നോടങ്ങ് പറയാൻ ഭാവിക്കുകയായിരുന്നു. സീത എണീറ്റു. റാണിയും ഇരുവരും താഴെ വന്ന ജിപ്സിയിൽ കയറി. അതിൻ്റെ നെയിം പ്ലേറ്റ് റെക്സിൻ കവർ കൊണ്ട് മറച്ചിരുന്നു. നല്ല ഒരു ഹോട്ടലിൽ അവർ എത്തി. ധാരാളം വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരുന്നു. ജിപ്സി ഒതുക്കിയിട്ടിട്ട് അവർ റെസ്റ്റോറൻറ്റിന് നേർക്ക് നടന്നു. യൂണിഫോം അണിഞ്ഞ വാച്ചർ ഭവ്യതയോടെ തലകുനിച്ചു. പിന്നെ ചില്ലുവാതിൽ തുറന്നു കൊടുത്തു. റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ലേഡീസിന് മാത്രമുള്ള ഭാഗത്തേക്ക് അവൾ അമ്മയെയും വിളിച്ചുകൊണ്ടും കയറി. വേറൊരിടത്തെത്തി അവൾ മെനു നോക്കി ഓർഡർ കൊടുത്തു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ പകുതി അടഞ്ഞു കിടന്നിരുന്ന ഹാഫ് ഡോറിനിടയിലൂടെ അവൾ ഒരു കാഴ്ച കണ്ടു. റെസ്റ്റോറൻറ്റ് അതേ മൂലയിൽ വെളിച്ചം വളരെ കുറവാണ്. ആ ഭാഗത്ത് ഒരു വാതിലുണ്ട്. ഇടയ്ക്കിടെ ആളുകൾ അതുവഴി അകത്തേക്ക് കയറുകയും ചുണ്ടു തുറച്ചുകൊണ്ട് ഇറങ്ങി വരികയും ചെയ്യുന്നു. അവിടെ രഹസ്യമായി മദ്യവിൽപ്പന നടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തി. തിരികെ പോകുമ്പോൾ ബയറർ ഹാഫ് ഡോർ ചേർത്തടച്ചതിനാൽ പിന്നീട് അവൾക്കൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. ഭക്ഷണം കഴിഞ്ഞു. ബില്ല് വന്നു. ടിപ്പ് കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു നുള്ളു ജീരകം വായിലിട്ടുകൊണ്ട് റാണി പുറത്തേക്കിറങ്ങി. പിന്നാലെ അമ്മയും. അവളുടെ കണ്ണുകൾ ആ വാതിലിന് നേരെ നീണ്ടു ചെന്നു. ഒരാൾ അകത്തേക്ക് കയറുന്നത് കണ്ടു. മാത്രമല്ല മറ്റൊന്നുകൂടി അവൾ അറിഞ്ഞു. ആ ഹോട്ടലിൽ സ്ത്രീകൾ അധികമില്ല. തങ്ങളെ കൂടാതെ ഒരു സ്ത്രീ കൂടിയുണ്ട്. ഭർത്താവിനൊപ്പം ഇരിക്കുന്നു. പുരുഷന്മാർ ഇരുന്ന ഭാഗത്തുകൂടിയാണ് അവർ പുറത്തേക്ക് നടന്നത്. കൊള്ളാമല്ലോ, ഒരു കമൻറ്റ്. അവളത് കേട്ടിൽ നിന്ന് അടിച്ചു. ഇവിടെ പുതിയതാണെന്ന് തോന്നുന്നല്ലോ. ഞങ്ങളൊക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാ, മറ്റൊരാൾ. ഇത്തവണ റാണി നിന്നു. തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. ഒരു മേശയ്ക്ക് ചുറ്റും 4 ചെറുപ്പക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ തമ്മാടികളെന്ന് തോന്നിക്കുന്നവർ. റാണി നോക്കുന്ന കണ്ടപ്പോൾ അവരിൽ ഒരാൾ മുന്നിലിരുന്ന ഗ്ലാസ് എടുത്ത് പതിയെ താളമടിച്ചു. കാര്യമായിട്ട് പറഞ്ഞതാ, ആ കിളവിയെ ഇവിടെ എങ്ങാനും ഇരുത്തിയേക്കാം. രൂപ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, അയാൾ അറിയിച്ചു. റാണിയുടെ കണ്ണുകൾ കത്തി. അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. മോളെ, അവളുടെ ഭാവമാറ്റം തിരിച്ചറിഞ്ഞ സീത ഭീതിയോടെ വിളിച്ചു. അമ്മ ഇവിടെ ഇരിക്കേ. അവളൊരു കസാര വലിച്ചു നീക്കിയിട്ടിട്ട് കൊടുത്തു. വേണ്ട മോളെ, നമുക്കങ്ങ് പോകാം. സീത മകളുടെ കയ്യിൽ പിടിച്ചു. പതിയെ പിടിപിടിച്ചിട്ട് അവൾ പേഴ്സ് അമ്മയെ ഏൽപ്പിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥയോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരെ ഇവന്മാർ വെറുതെ വിടുമോ? ഇപ്പോഴേ ഇത് നിർത്തിയില്ലെങ്കിൽ അത് ആപത്താണ്. നീ യൂണിഫോമിലല്ലോ, അവർ നിന്നെ തിരിച്ചറിയാൻ, അമ്മ തർക്കിച്ചു. അതുകൊണ്ടല്ലേ ഈ ഹോട്ടലിൽ ഇങ്ങനെയുള്ളവരുടെ താവളം ഉണ്ടെന്ന് മനസ്സിലായത്. സീത പിന്നെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൾ തിരിഞ്ഞ്
4 പേരിരിക്കുന്ന മേശയ്ക്കരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു. നിങ്ങളെന്താ പറഞ്ഞത്? ചോദ്യത്തിൻ്റെ രീതി കണ്ടിട്ടാവണം അവർ 4 പേരും പരസ്പരം നോക്കി. എങ്കിലും നേതാവെന്ന് തോന്നിയവൻ അറിയിച്ചു, ഞങ്ങൾ കൂടെ പോരുന്നോന്ന്. വന്നാൽ എന്ത് തരും? എന്തും. മറ്റുള്ളവരും ഉറപ്പ് കൊടുത്തു. വന്നില്ലെങ്കിലോ? എന്നാലും ഞങ്ങൾ കൊണ്ടുപോകും. നിനക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞു തരികയും ചെയ്യും. പറയുന്നതിനിടയിൽ ഒരാൾ ചെരുപ്പൂരിയിട്ട് കാൽ നീട്ടി അവളുടെ കാലിലൊന്ന് തോണ്ടി. റാണിയുടെ പ്രതികരണം പെട്ടെന്നായിരുന്നു. അവിടെ അലയടിച്ചുകൊണ്ടിരുന്ന ചാനൽ മ്യൂസിക്കിനേക്കാൾ ഉച്ചത്തിലാണ് ആ അടിയുടെ ശബ്ദം കേട്ടത്. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. അടിയേറ്റവൻ ഒരു നിമിഷം പതറിപ്പോയി. ഇവളിൽ നിന്ന് ഇത്തരം ഒരു പ്രതികരണമായിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത്. അടിയാണെങ്കിലോ ഒരു പുരുഷന്റെ കരുത്തിനേക്കാൾ ശക്തിയിൽ. ഞൊടിയിടയിൽ അഭിമാനത്തിന് ക്ഷതമേറ്റതുപോലെ 4 പേരും ചാടി എണീറ്റു. പട്ടിച്ചി, നീ അത്രയ്ക്കായോടി? ഏത് കൊമ്പത്തെ പെണ്ണാണേലും ഇന്ന് വരെ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ലടി. പെട്ടെന്ന് ചാനൽ സംഗീതം നിലച്ചു. സർവത്ര ശാന്തത. എല്ലാം കണ്ടുകൊണ്ടിരുന്നവർ പോലും ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഉദ്വേഗത്തിൽ ശബ്ദിച്ചില്ല. റാണി കരുതലോടെ നിൽക്കുകയായിരുന്നു. മകൾ പോലീസാണെങ്കിലും ഇത്തരം ഒരു രംഗത്തെ അവൾ എങ്ങനെയാണ് നേരിട്ടതെന്ന് സീത ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നെഞ്ചിരിപ്പിന് ഏറി. പക്ഷേ റാണി IPS ട്രെയിനിങ് കഴിഞ്ഞുവെന്ന് ആദ്യ പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് നൽകിയ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അമ്മയുടെ പഴയ റാണിമോളല്ല ഞാനിന്ന്. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഒരു പക്ഷേ ആരുമായെങ്കിലും ഇടയേണ്ട സാഹചര്യം നമ്മൾ ഒന്നിച്ചു പോകുമ്പോൾ ഉണ്ടായാൽ ചില സാധാരണ സ്ത്രീകളെ പോലെ കരഞ്ഞു ബഹളം വയ്ക്കുകയോ എന്നെ പിടിച്ചു നിർത്തുകയോ അരുത്. അങ്ങനെ വന്നാൽ അതിൻ്റെ ദോഷം എനിക്കാവും. അമ്മയുടെ രക്ഷ നോക്കി അകന്നു നിന്നേക്കണം. അന്ന് മകൾ പറഞ്ഞത് ഇത്തരം രംഗത്തെക്കുറിച്ചാണെന്ന് സീതയ്ക്ക് ബോധ്യമായി. അതിനാൽ കരഞ്ഞു ബഹളം വയ്ക്കാനോ മകളെ പിന്തിരിപ്പിക്കാനോ പിന്നീട് അവർ ശ്രമിച്ചില്ല. റാണിക്ക് ചുറ്റുമായി 4 പേരും ഒരു വലയം തീർത്ത് കഴിഞ്ഞിരുന്നു. കൊതിച്ച പെണ്ണിൻ്റെ കൂടെ കിടക്കാതിരുന്നിട്ടുള്ള ചരിത്രം ഞങ്ങൾക്കില്ലടി. അടിയേറ്റവൻ മുന്നോട്ടെടുത്തു. പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസം മാത്രം. ഈ നിൽക്കുന്ന ആളുകൾ മുഴുവൻ കാണുകയാണ് ഞങ്ങൾ നിന്റെ ഉടുത്തുണി വലിച്ചൂരിയാൻ പോകുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞതും അയാൾ അവളുടെ നെഞ്ചിന് നേരെ കൈനീട്ടി. എന്നാൽ ഞൊടിയിടയിൽ റാണി ആ കൈയിൽ കടന്നു പിടിച്ച് താഴേക്കൊന്ന് കുനിഞ്ഞു നിന്ന് തൻ്റെ പുറത്തുകൂടി ആ കൈ തിരിച്ചമർത്തി. അയാൾ നിലവിളിച്ചു പോയി. ആ നിമിഷം അവളുടെ കാൽ മേലേക്കുയർന്നു. നെഞ്ചു ചതഞ്ഞതുപോലെ അയാൾ പിന്നോക്കം മലച്ചു പോയി. കൂട്ടത്തിൽ ഒരു തള്ളുകൂടി കൊടുത്തിട്ട് റാണി വെട്ടിത്തിരിഞ്ഞു. ഒരു നിമിഷം 3 പേരെയും ആക്രമിച്ചു. പിന്നെ നടന്നത് പൊരിഞ്ഞ സംഘടനമായിരുന്നു. ആ 4 മല്ലാന്മാരോട് അവൾ ഒറ്റയ്ക്ക് പൊരുതി. ആളുകൾ അമ്പരന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ആരാണ് ഈ പെൺസിംഹം? പിന്നിൽ നിന്ന് ആക്രമിച്ച ഒരുവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവൾ മുന്നോട്ടെറിഞ്ഞു. തെറിച്ചു ചെന്ന് മേശയ്ക്കപ്പുറത്ത് വീണ അയാളും പ്ലേറ്റുകളും ഗ്ലാസുകളും എല്ലാം നിരങ്ങി തറയിലേക്ക് വീണു. മേശകളും കസേരകളുമൊക്കെ സംഘടനയിടയ്ക്ക് സ്ഥാനം തെറ്റിമറിഞ്ഞു. സീത പിന്നോട്ട് മാറി. തൻ്റെ മകളാണിതെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നുന്നു. ആ 4 പേരും തളർന്നു തുടങ്ങിയിരുന്നു. അതിനിടെ ഒരുവൻ കസേര ഉയർത്തി റാണിയുടെ തലയ്ക്കടിച്ചു. മിന്നൽ പോലെ അവൾ തെന്നിമാറി. തറയിൽ കിട്ടിയ കസേരയുടെ കാലുകൾ ഒടിഞ്ഞു വീണു. ക്ഷണത്തിൽ കസേരക്കാലുകൾ 2 എടുത്ത റാണി ഒറ്റയടിക്ക് ഒരുത്തനെ വീഴ്ത്തി. നിമിഷത്തിനുള്ളിൽ രണ്ടാമനെയും. ഭയന്നോടിയ 3ാമൻ്റെ കാലുകൾ ലക്ഷ്യമാക്കി കസേരക്കാല് വലിച്ചെറിഞ്ഞു. കാലുകൾക്കിടയിൽ അത് കുരുങ്ങി അയാൾ മുന്നോട്ട് കമിഴ്ന്നു വീണ് മുഖം തറയിൽ ആഞ്ഞടിച്ചു. അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിനിടയിൽ അയാൾ തുപ്പിയത് ചോരയാണ്. അതിനൊപ്പം മുൻനിരയിലെ 2 പല്ലുകളും ഉണ്ടായിരുന്നു. എന്നാൽ 4ാമൻ വീണ്ടും അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു. റാണി മുകളിലേക്ക് ചാടി കാൽ ആഞ്ഞു വീശിയൊന്ന് വട്ടം കറങ്ങി. അയാളുടെ കഴുത്തിനാണ് ശക്തമായി അടിയേറ്റത്. കഴുത്തൊടിഞ്ഞ കോഴിയെ പോലെ അയാൾ നിലത്ത് കിടന്ന് പിടഞ്ഞു. എല്ലാവരും ഒരു സിനിമ കാണുന്നത് പോലെ നിൽക്കുകയാണ്. ചില വിജയശാന്തി ചിത്രങ്ങളിലെ രംഗം പോലെ. റാണി യാതൊരു ധൃതിയും കാണിക്കാതെ അമ്മയ്ക്കരികിലെത്തി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു. പിന്നെ പേഴ്സ് വാങ്ങി അതിൽ നിന്ന് സെൽഫോൺ എടുത്തു. കമ്മീഷണർ ഓഫീസിലേക്ക് വിളിച്ച് ജോഷി ജോണിനെ ലൈനിൽ കിട്ടി. ഏതാനും വാചകങ്ങളിൽ കാര്യം പറഞ്ഞു. അരമണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു. അതിനിടെ അവിടെ നിന്ന് എണീറ്റവന്മാരെ പിന്നെയും തല്ലി വീഴ്ത്തി. അവളുടെ ഭാവം എന്താണെന്നറിയാതെ ഹോട്ടൽ ജീവനക്കാരും ഭക്ഷണം കഴിക്കാൻ എത്തിയവരും അമ്പരന്നു. ഇതിനിടെ ചില പത്രങ്ങളുടെ റിപ്പോർട്ടർമാർ അവിടെ എത്തുകയും തറയിൽ കിടന്നവരെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. തൻ്റെ ഫോട്ടോ എടുക്കാൻ ഭാവിച്ച പത്രലേഖകരെ അവൾ വിലക്കി. മാഡം, താങ്കൾ ആരാണ്? ഒരു റിപ്പോർട്ടർ തിരക്കി. എല്ലാം വഴിയേ മനസ്സിലാകും. ഏതായാലും നിങ്ങൾ പോകരുത്. ചില പുതിയ വാർത്തകൾ കൂടി കിട്ടിയേക്കും, അവൾ പറഞ്ഞു. അതേക്കുറിച്ച് ഒരു സൂചന? നോ. പുറത്ത് പോലീസ് വാഹനങ്ങളുടെ മോള്. ചില്ലുവാതിൽ തള്ളി തുറന്ന് ജോഷിത്താറും സംഘവും അകത്തെത്തി. ഏവരും റാണി IPSന് മുന്നിൽ അറ്റൻഷനായി. ആളുകളും പത്രക്കാരും അമ്പരന്നു. ഇവൾ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയോ? റാണി പോലീസുകാരെ നോക്കി. അവരെ കസ്റ്റഡിയിലെടുത്തോളൂ, സർ. അനന്തരം അവൾ ജോഷി ജോണിനെയും പത്രക്കാരെയും വിളിച്ചു. കം വിത്ത് മീ. അവർ അവൾക്ക് പിന്നാലെ ചെന്നു. റെസ്റ്റോറൻറ്റ് അങ്ങേയറ്റത്ത് ആളുകൾ കയറുകയും ചുട്ടുതെറിച്ചുകൊണ്ട് ഇറങ്ങി വരികയും ചെയ്ത വാതിലിന് നേർക്കാണ് അവൾ ചെന്നത്. അപ്പോൾ അകത്തുനിന്ന് ആരോ അതിന് ലോക്കിടുന്ന ശബ്ദം കേട്ടു. ഒട്ടും അമാന്തിച്ചില്ല റാണി കാലുയർത്തി ഒറ്റച്ചവിട്ട്. ലോക്ക് ഇളകിത്തെറിച്ചു. വാതിൽ അകത്തേക്ക് തുറക്കപ്പെട്ടു. അവിടെ അവർ അത്ഭുതത്തോടെ കണ്ടു ഒരു ബാറിൻ്റെ സെറ്റപ്പ്.
കൗണ്ടറും മദ്യക്കുപ്പികളുമെല്ലാം. ക്യാമറകൾ തുരുത്തിരെ മിന്നി. അവിടെയുണ്ടായിരുന്ന 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടന്ന റെയ്ഡിൽ ഗോഡൌണിൽ നിന്ന് വിവിധ ബ്രാൻഡിലുള്ള ധാരാളം മദ്യ ബോട്ടിലുകൾ കണ്ടെത്തി. ആരുടേതായ ഈ ഹോട്ടൽ? റിസപ്ഷനിസ്റ്റിൻ്റെ മുഖമടച്ച് ഒന്ന് കൊടുത്തുകൊണ്ടാണ് ജോഷി ജോൺ ചോദിച്ചത്. ഒരു ഭാട്ടിയ ആണ് സാറേ. അങ്ങേര് ബോംബെയിലാ, വല്ലപ്പോഴുമേ വരൂ. ബോംബെ അല്ലടാ, മുംബൈ. ആ അവിടെ സാറേ. അയാളും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ ബിസിനസ്? റിസപ്ഷനിസ്റ്റ് തലകുലുക്കി. റാണി അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ പറഞ്ഞു വിട്ടിരുന്നു. ഹോട്ടൽ പോലീസിൻ്റെ കസ്റ്റഡിയിലായി. അപ്പോൾ കൊച്ചിയിൽ നിന്നും തലസ്ഥാനത്തേക്ക് ഒരു മെസ്സേജ് പറന്നു. DGP ഗോപിനാഥ് ഉറങ്ങിയിരുന്നില്ല. അയാളുടെ സെൽഫോൺ ശബ്ദിച്ചു. നമ്പർ ശ്രദ്ധിച്ചിട്ട് അയാളത് കാതോട് ചേർത്തു. യെസ്, എനിക്ക് വായ്ക്കരിയിടാനാണോ ആ പെണ്ണിനെ കൊച്ചിയിലേക്ക് കെട്ടിയിരുന്നത്? വന്നതേയുള്ളൂ. എൻ്റെ ഒരു ഹോട്ടലിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ആ മനുഷ്യൻ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹോട്ടൽ ബിനാമി പേരിലായതുകൊണ്ട് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും ആ വിവരം മണത്തറിഞ്ഞ് അവളെ എന്നെ തേടി വന്നേക്കും. അങ്ങനെ വന്നാൽ അവളുടെ നെഞ്ചത്ത് ബോംബ് വെച്ച് പൊട്ടിക്കും ഞാൻ. ഫോൺ ഡിസ്കണക്റ്റായി. DGP ഗോപിനാഥ് അസ്വസ്ഥനായി. ഉറക്കം പോയി എന്നതിനേക്കാൾ ഉപരി അയാളെ അസ്വസ്ഥനാക്കിയത് കൊച്ചിയിൽ നിന്നെത്തിയ ആ മെസ്സേജാണ്. ചെക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുമോ? അവളെ കൊച്ചിയിലേക്ക് അയച്ചത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയായാൽ? സർവീസ് റെക്കോർഡുകളിൽ അവൾക്ക് ക്ലീൻ ഇമേജാണ്. അതുകൊണ്ട് തൽക്കാലം അവളെ ഒന്നും ചെയ്യാനാവില്ല താനും. പിന്നെ എന്തെങ്കിലും ഉണ്ടായാൽ അതിന് താൻ മാത്രമല്ല കാരണക്കാരൻ, ചീഫ് മിനിസ്റ്റർ കൂടിയാണ് എന്ന് അയാൾ ആശ്വസിക്കാൻ ശ്രമിച്ചു. ആ നേരത്തെ കൊച്ചിയിൽ കർണനും ഈ വിവരം അറിഞ്ഞിരുന്നു. ഭാട്ടിയ, അങ്ങനെ ഒരാൾ ഈ പട്ടണത്തിൽ ഹോട്ടൽ നടത്തുന്നില്ലല്ലോ മണി. നമ്മളറിയാതെ ഇങ്ങനത്തെ സെറ്റപ്പുകളുള്ള ഒരു ഹോട്ടൽ ഇവിടെ കാലുകുത്തിയ അന്ന് തന്നെ ആ റാണി അത് മണത്തറിഞ്ഞു. എന്തായാലും അവൾ മിടുക്കിയാണെന്നുള്ളതിന് ഇതിൽ കൂടിയ ഒരു തെളിവ് വേണ്ട. കാര്യമൊക്കെ ശരിയാ. ഇവിടെ വന്നയുടനെ അവൾ ചെയ്തതെന്താണെന്നറിയാമോ? നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്ത് പോലീസ് ഓഫീസിലെ ചാരന്മാരെ നിയോഗിച്ചിരിക്കുന്നു. തീർന്നില്ല, എങ്ങനെയും കർണൻ്റെ ഒരു ഫോട്ടോ അവൾക്ക് കിട്ടണം പോലും. കർണൻ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. തീ തൊട്ട് കളിക്കുന്നതാണ് ചില കുട്ടികൾക്ക് ഇഷ്ടം. എന്നാൽ പൊള്ളുമെന്ന് മനസ്സിലായാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കുക പോലുമില്ല. ഏതായാലും നമുക്കെതിരെ കളിക്കാൻ തന്നെയാണ് അവളുടെ തീരുമാനമെങ്കിൽ ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കില്ല. അന്നേരം കർണൻ പിന്നെ എന്നെ തടയാൻ വന്നേക്കരുത്. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിലല്ലേ അത് വിട്ടുകളയാം. തൽക്കാലം ആരായിരിക്കും ഈ ഭാട്ടിയ? സംശയമെന്താ? കണ്ണദാസ് തന്നെയാവും. മണിവേലുവിനെ രണ്ടാമതൊന്നും ചിന്തിക്കാനേ ഉണ്ടായിരുന്നില്ല. കമ്മീഷണറുടെ ഓഫീസിൽ അപ്പോഴും ചോദ്യം ചെയ്യാൻ തുടരുകയായിരുന്നു. എന്തൊക്കെയായിട്ടും കസ്റ്റഡിയിലെടുത്തവർക്ക് ഒരേയൊരു പേര് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഭാട്ടിയ. റാണി IPSഉം ജോഷി ജോണും മുഖാമുഖം നോക്കി. ഇവിടെയുള്ള ആരെങ്കിലുമാണ് ആ ഹോട്ടലിൻ്റെ യഥാർത്ഥ ഉടമയെങ്കിലും അവൻ ഈ ജീവനക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് മറ്റൊരു രൂപത്തിലാണെന്ന് അവർക്ക് ബോധ്യമായി. അമ്മ മാത്രമേ ഫ്ലാറ്റിലുള്ളൂ. ഇന്നത്തെ ഈ ഒറ്റ സംഭവത്തോടെ തന്നെ താൻ ശത്രുക്കളുടെ ശ്രദ്ധ ക്ഷണിച്ചു കഴിഞ്ഞെന്ന് അവൾക്ക് തീർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് ജോഷി ജോണിനെ ബാക്കി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് അവൾ മടങ്ങി. കർണൻ്റെ ഫ്ലാറ്റിൽ അപ്പോൾ അർജുൻ ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. കാര്യം എന്തൊക്കെയായാലും മറൈൻ ഡ്രൈവിൽ വെച്ച് കണ്ട ആ സുന്ദരി പെണ്ണിനെ മറക്കാനേ അവന് കഴിയുന്നില്ല. അവൾ തന്നെ മാത്രം നോക്കി ചിരിച്ചത്, തുള്ളിത്തുളുമ്പുന്ന ശരീരഭംഗി, കാറ്റ് ഇളകുന്ന തലമുടി, നനുനനുത്ത ചുണ്ടുകൾ, കാമമുറ്റി നിൽക്കുന്ന കാന്തശക്തിയുള്ള കണ്ണുകൾ, എല്ലാം ഒരു തിര പോലെ മനസ്സിലേക്ക് അടിച്ചു കയറി വരികയാണ്. നേരം എത്രയായി കാണും? 10ഓ 11ഓ? ഉറക്കം അടുത്തെത്തുമെങ്ങാതെ അകന്നകന്ന് നിൽക്കുകയാണ്. ഒരുപാട് സുന്ദരിമാരെ കണ്ടിട്ടുണ്ട് താൻ. പക്ഷേ അവരോടൊന്നും തോന്നാത്ത ഒരു പ്രത്യേകതയാണ് ഇവളോട്. ആരാണിവൾ? ഒറ്റയ്ക്ക് രാത്രിയിലും കറങ്ങി നടക്കുന്നെങ്കിലും അവളൊരു കാൾകളാണെന്ന് തോന്നുന്നില്ല. പെട്ടെന്നാണ് അവൻ്റെ സെൽഫോൺ ശബ്ദിച്ചത്. ഈ നേരത്തെ ആരാകും എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ കൈനീട്ടി ടീപ്പോയിൽ നിന്ന് അതെടുത്തു. ഡിസ്പ്ലേ പാനലിൽ ശ്രദ്ധിച്ചപ്പോൾ ഇന്നുവരെ കാണാത്ത ഒരു നമ്പറാണെന്ന് കണ്ടു. ചുളിഞ്ഞ നെറ്റിയോടെ അവൻ അത് കാതോട് ചേർത്തു. യെസ്. എന്താ സുന്ദരകുട്ടാ, ഇതുവരെ ഉറങ്ങിയില്ലേ നീയെ? കാതിൽ ഒരു കിളിനാദം. അവൻ ആകെ കോരിത്തരിച്ചുപോയി. ഹൃദയത്തിന് മുകളിൽ മഞ്ഞുകൊണ്ട് തഴുകും പോലെ, ഒരു തൂവൽ കൊണ്ട് തേൻ പുരട്ടും പോലെ. ശബ്ദിക്കാൻ പോലുമായില്ല. ആ ശബ്ദം തുടർന്നെത്തി. നീ എന്താ ഉറങ്ങാത്തതെന്ന് ഞാൻ പറയട്ടെ? ഇന്ന് നീ മറൈൻ ഡ്രൈവിൽ വെച്ച് ഒരു സുന്ദരിയെ കണ്ടു. അവളെയും ഓർത്ത് തലയണയിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് കിടക്കുകയല്ലേടാ നീ? ഷോ, ചൂളിപ്പോയി അർജുൻ. അവനറിയാതെ ചുറ്റും നോക്കിപ്പോയി. തൊണ്ട വരണ്ടിരിക്കുന്നു. ആരാണ് സംസാരിക്കുന്നത് എന്നെങ്കിലും ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അവന്. പക്ഷേ നാവാൻ ഇങ്ങീട്ട് വേണ്ടേ? എത്ര മദ്രിക്കുന്ന സ്വരമാണത്! ഒരു തരം വ്യക്തത നിറഞ്ഞ ശബ്ദം. നിനക്ക് ഇനിയും അവളെ കാണണമെന്ന് തോന്നുന്നുണ്ട് അല്ലേടാ കുട്ടാ? അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആ മാറിലൊന്ന് മുഖം ഒളിപ്പിച്ച് വെച്ച് അങ്ങനെ ഇരിക്കണമെന്ന് തോന്നുന്നില്ലടാ. ശരീരം കുഴയുന്നതുപോലെ തോന്നി അർജുന്. എന്താ ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ ശബ്ദത്തിന് ഒരു പുരുഷനെ ഇങ്ങനെ തളർത്താനുള്ള കഴിവുണ്ടെങ്കിൽ? എന്തെങ്കിലും ഒന്ന് പറയടാ നീ. നിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു. ആരാ? വല്ലവിധേനയും അവൻ തിരക്കി. മറുപടിയായി ഒരു പൊട്ടിച്ചിരിയാണ് കേട്ടത്, കുപ്പിവളകൾ കിലുങ്ങും പോലെ. അയ്യേ, നിന്റെ ശബ്ദമെന്താ എങ്ങനെ ഇരിക്കുന്നത്?
വലിയ കരാട്ടക്കാരനല്ലേ, സുന്ദരനല്ലേ, എന്നിട്ട് നിന്റെ ശബ്ദം തവള കരയുന്ന പോലെ. അപ്പോൾ അർജുന് കൂടുതൽ ജാള്യം തോന്നി. പിന്നെ അവന് ചുണ്ടനക്കാനേ കഴിഞ്ഞില്ല. സാരമില്ല കേട്ടോ, ആശ്വസിപ്പിക്കും പോലെ അവളുടെ ഒച്ച വീണ്ടും കേട്ടു. കുട്ടാ, എൻ്റെ പേര് ചെൽസ. തൽക്കാലം നീ ഇത്രയും അറിഞ്ഞാൽ മതി. ഇനിയും നിനക്ക് എൻ്റെ ശബ്ദം കേൾക്കണമെന്ന് ഒരുപാട് കൊതി തോന്നുമ്പോൾ ഞാൻ വിളിക്കാം. എന്നെ കാണുമെന്ന് നീ ഒത്തിരി ആഗ്രഹിക്കുമ്പോൾ ഞാൻ മുന്നിലെത്താം. ആ പിന്നെ, എൻ്റെ നമ്പർ ട്രേസ് ചെയ്ത് പിന്നാലെ വരാമെന്നോ എന്നെ കണ്ടുപിടിക്കാമെന്നോ എൻ്റെ പൊന്നുമോൻ കരുതണ്ട. ഈ സിം കാർഡ് ഞാൻ ഇപ്പോൾ തന്നെ മാറ്റും. ഇങ്ങോട്ട് വിളിച്ചാൽ നിനക്ക് എന്നെ കിട്ടുകയുമില്ല. സോ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഒപ്പം ഒരു ചുംബനത്തിൻ്റെ സീൽക്കാരവും കേട്ടു. ഫോൺ ഡിസ്കണക്റ്റായി. ഫോൺ വലിച്ചൊരു എയർ കൊടുക്കാനാണ് അർജുന് തോന്നിയത്. അങ്ങോട്ടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ശബ്ദം കുറേ നേരം കൂടി കേട്ടിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നിരാശയോടെ അവൻ ഫോൺ ടീപ്പോയിലേക്ക് ഇട്ടു. ചെൽസ അപ്പോൾ ഫോൺ തുറന്ന് സിം കാർഡ് എടുത്തു മാറ്റുകയായിരുന്നു. അവനോട് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ശരീരത്തിനാകെ ഒരു പെരുപ്പ്. ഇപ്പോൾ അവനെയൊന്ന് അരികിൽ കിട്ടിയിരുന്നെങ്കിൽ, അവൾ തമാശയോടെ ഓർത്തു. കെട്ടിപ്പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ കടിച്ചമർത്തി അവനെ വെരിഞ്ഞു മുറുക്കി നെഞ്ചോട് ചേർത്ത്. ഓർത്തപ്പോൾ തന്നെ ഒരു കിരിക്കിരിപ്പ്. അവൾ തലയണയെടുത്ത് നെഞ്ചോട് ചേർത്തു. പിറ്റേന്നത്തെ പ്രധാന പത്രങ്ങളുടെയെല്ലാം മുൻപേജിലെ വാർത്തയും ചിത്രവും റാണി ഐപിഎസിനെ കുറിച്ചും അവൾ നടത്തിയ ഹോട്ടൽ റെയ്ഡിനെ കുറിച്ചുമായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറായി കൊച്ചിയിൽ ചാർജ് എടുത്ത അന്ന് തന്നെ അവൾ നടത്തിയ വേട്ടയെക്കുറിച്ചായിരുന്നു വർണ്ണന മുഴുവൻ. പലരുടെയും നെറ്റിച്ചുളിയാൻ ആ വാർത്തകൾ മാത്രം മതിയായിരുന്നു. പത്രം വലിച്ചെറിഞ്ഞിട്ട് കരുണാദാസ് കാറി തുപ്പി. ഒരു IPSകാരി വന്നിരിക്കുന്നു. കർണനെ ഒതുക്കാനായിട്ടാ അവളെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അവൾക്ക് അപ്പണി ചെയ്ത പോരെ? അതിന് പകരം സിറ്റി മുഴുവൻ വെളുപ്പിക്കാനാണ് അവിടെ തീരുമാനമെങ്കിൽ അവൾ അനുഭവിച്ചത് തന്നെ. കേട്ടു നിന്നിരുന്ന തിമ്മയ്യനും തലകുലുക്കി. എന്നാൽ സൂര്യമൂർത്തി വാർത്ത വായിച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. കണക്കായിപ്പോയി. കരുണാദാസിൻ്റെതായിരിക്കും ആ ഹോട്ടലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും ഒരു വെടിക്ക് 2 പക്ഷികൾ. എല്ലാം കഴിയുമ്പോൾ ഈ കേരളത്തിൻ്റെ അച്ചുതണ്ട് ഈ മൂർത്തിയുടെ കയ്യിൽ മാത്രം വന്നു ചേരും. ഗുണ്ടാ നേതാവ് ദാവീദും തലയാട്ടി ചിരിച്ചു. ഈ നേരത്തെ കർണൻ വാർത്ത വായിക്കുന്നതിന് പകരം റാണി IPSൻ്റെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കൗതുകത്തോടെ. ഒരു കൊച്ചു പെണ്ണ്. ഇവളാണോ പത്രങ്ങളും TV ചാനലുകളൊക്കെ വാനോളം പൊക്കി പിടിച്ചിരിക്കുന്ന ആ പെൺസിംഹം? വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? സുഗന്ധി അടുത്തു വന്ന് പറഞ്ഞു. പുതിയ കമ്മീഷനെ കാണുകയായിരുന്നു. അയാൾ ഫോട്ടോയിൽ നിന്ന് ദൃഷ്ടികൾ പിൻവലിക്കാതെ പറഞ്ഞു. റാണി എന്ന പേര് കണ്ടപ്പോൾ മോളെ ഓർത്ത് കാണുമല്ലേ? കർണൻ്റെ ചുണ്ടിൽ ഒരു വരണ്ട ചിരിയുണ്ടായി. ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ പത്രം മടക്കി വെച്ചു. രാവിലെ ഓഫീസിലെത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ റാണി IPSൻ്റെ മുന്നിലേക്ക് DYSP ജോഷി ജോൺ 2 ഫയലുകൾ കൊണ്ടുവന്നു വച്ചു. സാർ. റാണി തലയുയർത്തി. കർണനെയും കരുണാദാസിനെയും കുറിച്ചുള്ള ഫയലുകൾ. റാണി ആദ്യത്തെ ഫയലെടുത്തു. അതിന് പുറത്ത് കർണൻ ദ മോസ്റ്റ് വാണ്ടഡ് അണ്ടർവേൾഡ് കിങ് എന്നെഴുതിയിരുന്നു. ഒന്നുകൂടി സല്യൂട്ട് ചെയ്തിട്ട് ജോഷി ജോൺ ഇറങ്ങിപ്പോയി. റാണി കർണൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങിയ ഫയലെടുത്തു. കർണൻ, വയസ്സ് 55. ആദ്യ പേജിൽ അത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോ ഒട്ടിക്കാനുള്ള കോളം ബ്ലാങ്കായി കിടന്നിരുന്നു. റാണി IPS ആ ബ്ലാങ്ക് കോളത്തിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു. താൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആ ബ്ലാങ്ക് കോളം ഫില്ല് ചെയ്യുമെന്ന് അവൾ തീർച്ചപ്പെടുത്തി. അവൾ അടുത്ത പേജ് മറിച്ചു. സ്വന്തം ജന്മസ്ഥലം എവിടെയാണെന്ന് റെക്കോർഡുകളിലില്ല. എവിടെ നിന്നോ കൊച്ചിയിലെത്തി. സ്പിരിറ്റ് ബിസിനസ്സുമായാണ് രംഗപ്രവേശം. സർക്കാർ പട്ടശാലയെ നിരോധിച്ച സമയമായിരുന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ അയാൾ കോടീശ്വരനായി മാറി. ഭാര്യയും ഒരു മകനുമുണ്ട്. ഇതായിരുന്നു ആ പേജിലെ റിപ്പോർട്ടിൻ്റെ ചുരുക്കം. അടുത്ത പേജിൽ കർണൻ്റെ സ്ഥാപനങ്ങളുടെ എല്ലാം പേരുകളുണ്ടായിരുന്നു. റാണി ഗ്രൂപ്പ് ഓഫ് കോംപ്ലക്സിലാണ് ഓഫീസെന്നും സ്വന്തം പേരിൽ തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളെന്നും കുറിച്ചിരിക്കുന്നു. തൊട്ടടുത്ത പേജിൽ മറ്റൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവളുടെ നെറ്റി ചുളിഞ്ഞു. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു കുറ്റവാളിയെ പോലെ തോന്നിക്കുന്ന മനുഷ്യൻ. ഫോട്ടോയ്ക്കടിയിലെ പേരിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു ചെന്നു. മണിവേലു. അടുത്ത പേജിൽ റിപ്പോർട്ട്. മണിവേലു കർണൻ്റെ വലങ്കയാണ്. എല്ലാ ബിസിനസ്സിലും പാർട്ണർ. അയാളുടെയും സ്വദേശം എവിടെയാണെന്ന് അറിയില്ല. ആ ഫയൽ മുഴുവൻ ഒരാവർത്തി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും റാണിക്ക് കർണനെയും മണിവേലുവിനെയും കുറിച്ച് ഏതാണ്ടൊരു ധാരണയായി. ആ ഫയൽ മാറ്റിവെച്ചിട്ട് റാണി IPS രണ്ടാമത്തെ ഫയൽ തുറന്നു. അതിൻ്റെ മുൻപേജിൽ തന്നെ കഷണ്ടി തലയനായ കരുണാദാസിൻ്റെ ഫോട്ടോ. വാർത്തയിലേക്ക് അവൾ കടന്നു. കരുണാദാസ് എന്നാണ് പേരെങ്കിലും കരുണ തൊട്ട് തോണ്ടിയിട്ടില്ലാത്തവൻ. മധ്യരാജാവ്. ഒരുപാട് കാലം കൊച്ചിയെ കാൽ കീഴിലിട്ട് ഞെരിച്ചമർത്തിയ അധോലോക ജീവി. കർണൻ്റെ രംഗപ്രവേശത്തോടെ 2ാം നിരയിലേക്ക് പിന്തള്ളപ്പെട്ടു. എങ്കിലും ശക്തൻ. 65 വയസ്സോട് അടുക്കാറായിട്ടും ഇന്നും പ്രവർത്തനം തുടരുന്നു. സ്പിരിറ്റ് ബിസിനസ്, ബിനാമി ഇടപാടുകൾ എല്ലാമുണ്ട്. എന്തിനു പോന്ന പടത്തന്നെയുണ്ട് കൂടെ. തിരുവനന്തപുരത്തെ അധോലോക നായകൻ സൂര്യമൂർത്തിയുടെ പ്രധാന എതിരാളി. ഭാര്യയും ഒരു മകളുമുണ്ട്. കരുണാദാസ് വളരെ നല്ലവനാണെന്നും കർണനെ തകർക്കാൻ തന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വന്ന ഫോൺ കോളിൻ്റെ അർത്ഥം ഇപ്പോൾ റാണിക്ക് ബോധ്യമായി. എന്നാൽ കർണനാണത് ചെയ്തതെന്ന് അവൾക്കറിയില്ലല്ലോ. അവൾ ഇപ്പോൾ കരുതിയിരിക്കുന്നത് കരുണാദാസിൻ്റെ ആളുകൾ തന്നെയാണ് ചെയ്തതെന്നാണ്.
ഫയലുകൾ രണ്ടും അടച്ചു വെച്ചിട്ട് അവൾ ബസർ അമർത്തി. ഒരു കോൺസ്റ്റബിൾ കടന്നു വന്ന് അറ്റൻഷനായി. ഡ്രൈവറോട് വണ്ടി ഇറക്കിടാൻ പറയൂ സർ. അയാൾ പോയ ഉടനെ അവൾ ഇൻ്റർകോമിലൂടെ ജോഷിയുമായി സംസാരിച്ചു. ആ ഹോട്ടലിൽ ഇപ്പോഴും പോലീസ് ഉണ്ടല്ലോ? യെസ് സർ. നമുക്ക് അവിടെ വരെ ഒന്നുകൂടി പോകണം സർ. റാണി എണീറ്റു. തൊപ്പിത്തലയിൽ വെച്ചിട്ട് കെയിനും എടുത്ത് പുറത്തേക്ക് നടന്നു. മാരുതി ജിപ്സിക്ക് പകരം ഇത്തവണ അവൾ കാറിലാണ് കയറിയത്. മുൻ സീറ്റിൽ ഡ്രൈവറുടെ ഒപ്പം ജോഷി ജോണും കയറി. തിരക്കേറിയ നഗരത്തിലൂടെ ആ കാർ തലേന്ന് റെയ്ഡ് നടന്ന ഹോട്ടൽ ലക്ഷ്യമാക്കി പാഞ്ഞു. പാർക്കിംഗ് ഏരിയയിൽ ഒരു പോലീസ് ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. കാർ നിന്നു. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വേഗം വന്ന് അറ്റൻഷനായി. വാതിൽ തുറക്ക്, അവൾ നിർദ്ദേശിച്ചു. കോൺസ്റ്റബിൾ സീൽ ഇളക്കി മാറ്റിയിട്ട് താഴെ തുറന്നു. ഷട്ടർ ഉയർത്തി. ജോഷി, റാണി IPS അകത്തേക്ക് കയറി. 2 പോലീസുകാർ പുറത്തു നിന്നിട്ട് ബാക്കിയുള്ളവർ അകത്തേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചു. അകത്തെ ലൈറ്റുകൾ തെളിഞ്ഞു. ഇത്തവണ ഹോട്ടലിൻ്റെ ഓഫീസ് റൂമിലാണ് പരിശോധന നടത്തിയത്. ഹോട്ടലിൻ്റെ ഉടമയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും വിവരം കിട്ടുമെന്ന് അവൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കണ്ടെടുത്ത ഫയലുകളിലൊന്നും അതൊന്നുമില്ല. പെട്ടെന്ന് ഓഫീസിലെ ഫോൺ ശബ്ദിച്ചു. ജോഷി ജോൺ സംശയത്തോടെ റാണിയെ നോക്കി. അവൾ റിസീവർ എടുത്ത് കാതോട് ചേർത്തു. പക്ഷേ ശബ്ദിച്ചില്ല. എന്നാൽ അപ്പുറത്തു നിന്ന് ഒരു ശബ്ദം ചീറി വന്നു. എന്തു കാണാനടി നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലേ? കൊത്തി നുറുക്കപ്പെട്ട നിന്റെ ശരീരഭാഗങ്ങൾ കൊച്ചു കയ്യിൽ ഒഴുകി നടക്കും. മറക്കണ്ട. യു ബാസ്റ്റേഡ്. ആരടാ നീ? അവൾ ഒച്ചയുയർത്തി. അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളുമടി. നല്ലതുപോലെ നിന്നെ ഞാൻ മനസ്സിലാക്കിച്ചു തരാം. പെട്ടെന്ന് അപ്പുറത്ത് ഫോൺ കട്ടായി. രോഷത്തോടെ റാണി റിസീവർ ക്രാഡിലേക്ക് ഇട്ടു. ജോഷിയോ പോലീസുകാരോ അങ്ങോട്ടൊന്നും ചോദിച്ചില്ല. അല്പനേരം കൂടെ തിരഞ്ഞു കഴിഞ്ഞിട്ട് റാണി വിളിച്ചു. ജോഷി സാർ, ഇപ്പോൾ തന്നെ മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോകണം. ഈ കെട്ടിടവും സ്ഥലവും ആരുടെ പേരിലാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഓഫീസിലേക്ക് വരിക. അന്വേഷണം മതിയാക്കി റാണി മടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജോഷി ജോൺ റാണിയുടെ മുന്നിലെത്തി. സാർ, പോയ കാര്യം എന്തായി ജോഷി? ആ കെട്ടിടവും സ്ഥലവും ഭാട്ടിയയുടെ പേരിൽ തന്നെയാണ് സാർ. പക്ഷേ മറ്റൊന്ന് മനസ്സിലായി. നേരത്തെ ആ സ്ഥലം കരുണദാസിൻ്റെ പേരിലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് അത് അയാൾ ഭാട്ടിയുടെ പേരിൽ എഴുതി കൊടുത്തത്. റാണിയുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. ജോഷി, ഇപ്പോൾ തന്നെ കരുണദാസിൻ്റെ അടുത്തേക്ക് പോകണം. ഭാട്ടിയ എന്നൊരാൾ ഇല്ലെന്ന് നമുക്കറിയാമെങ്കിലും തൻ്റെ സ്ഥലവും കെട്ടിടവും അയാൾക്ക് എഴുതി കൊടുത്തെന്ന് രേഖയുണ്ടാക്കി വെച്ചിരിക്കുന്ന കരുണദാസിന് അയാളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് എങ്കിലും നമുക്കറിയാമല്ലോ സാർ. പിന്നെ പോകുന്നത് കരുണദാസിൻ്റെ അടുത്തേക്കാണ്. സൂക്ഷിക്കണം സാർ. ഒരു SIയെയും 2 പോലീസുകാരെയും കൂട്ടിക്കൊണ്ടാണ് ജോഷി ജോൺ കരുണദാസിൻ്റെ വീട്ടിലേക്ക് പോയത്. അയാളുടെ കൂറ്റൻ വീട് കണ്ടപ്പോൾ ആദ്യം ജോഷി ഒന്ന് പകച്ചു. കരുണദാസിനോട് അനുവാദം വാങ്ങിയിട്ടാണ് വാച്ചർ ഗേറ്റ് തുറന്നു കൊടുത്തത്. പോർച്ചിൽ കിടന്നിരുന്ന വിദേശ കാറുകൾക്ക് പിന്നിൽ പോലീസ് ജീപ്പ് നിന്നു. പൊടുന്നനെ ആ കൂറ്റൻ കെട്ടിടത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഒരു പരിചാരകൻ. ദാ സർ കാത്തിരിക്കുന്നു, അവൻ ഭവ്യതയോടെ അറിയിച്ചു. ഒരാൾ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ജോഷിയുടെ നെറ്റി ചുളിഞ്ഞു. ഒരാളാണോ 2 പേരാണോ ചെല്ലേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അയാളല്ല, ഞങ്ങളാണ്. അയാൾ തിരിഞ്ഞ് SIയെ നോക്കി. കം വിത്ത് മീ. പക്ഷേ വാതിൽക്കൽ നിന്ന് അപ്പോൾ ഒരു ശബ്ദം കേട്ടു. എൻ്റെ വീട്ടിലെ നിയമങ്ങൾ പോലീസല്ല, ഞാനാണ് തീരുമാനിക്കുന്നത് മിസ്റ്റർ ജോഷി ജോൺ. ജോഷി തലതിരിച്ച് അങ്ങോട്ട് നോക്കി. അവിടെ വാതിൽക്കൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ആ മൊട്ടത്തലയൻ കരുണദാസ്. കരുണദാസും ജോഷി ജോണും മുഖാമുഖം നോക്കി. 2 പോരു കോഴികളെപ്പോലെ. നിങ്ങളുടെ നിയമം നിയമപാലകരായ ഞങ്ങളും അനുസരിക്കേണ്ടി വരുമെന്നാണോ കരുണദാസ് പറഞ്ഞു വരുന്നത്? രോഷം കടിച്ചമർത്തി DYSP ജോഷി ജോൺ തിരക്കി. തീർച്ചയായും അക്കാര്യത്തിൽ പോലീസെന്നോ പട്ടാളമെന്നോ ഉള്ള വ്യത്യാസം എനിക്കില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഞാൻ പറയുന്നത് ഈ ബംഗ്ലാവിൽ നടക്കൂ. ജോഷി ജോണിൻ്റെ കണ്ണുകൾ കുറുകി. ഒറ്റയടിക്ക് ഈ കളവനെ എടുത്ത് ജീപ്പിലിടാൻ കൈ തരിച്ചതുമാണ്. പക്ഷേ കരുണദാസിനെക്കുറിച്ച് റാണി IPS നേരത്തെ കൊടുത്തിരിക്കുന്ന സൂചന. വൃദ്ധനാണെങ്കിലും ഇയാൾ ശക്തനും അപകടകാരിയുമാണ്. എങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താൻ അയാൾക്ക് മുന്നിൽ അടിയറവ് പറയുന്നതിനോട് ജോഷിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ കരുണദാസ് വീണ്ടും പറഞ്ഞു. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അകത്തേക്ക് വരിക. അതല്ല 2 പേരും കൂടിയേ വരികയുള്ളൂ എങ്കിൽ ഐ ആം വെരി സോറി. നിങ്ങൾക്ക് പോകാം, എനിക്ക് വേറെ പണിയുണ്ട്. അയാൾ വാതിലടയ്ക്കാൻ ഭാവിച്ചു. എന്നാൽ അതിനു മുമ്പ് ജോഷി ജോൺ അകത്തേക്ക് കാൽ വെച്ചിരുന്നു. മിസ്റ്റർ കരുണദാസ്, ഞങ്ങൾ 2 പേർ അകത്തേക്ക് കടന്നുകൊണ്ട് മാനം ഇടിഞ്ഞു വീഴ്ത്തൊന്നുമില്ലല്ലോ? അയാൾ തിരിഞ്ഞ് SIയെ നോക്കി. കമീൻ. SI ലക്ഷ്മണനും പെട്ടെന്ന് അകത്തെത്തി. കരുണദാസിൻ്റെ മുഖഭാവം മാറി. കണ്ണുകളിൽ പകയുടെ തിരയിളക്കം. ഇനി നിങ്ങൾക്ക് പോകാം മിസ്റ്റർ DYSP. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ പുഞ്ചിരിയോടെ ജോഷി ജോൺ കോടികൾ വിലമതിക്കുന്ന കരുണദാസിൻ്റെ വിസിറ്റിംഗ് റൂം ആകെയൊന്ന് നോക്കി. അപകടകരമായതൊന്നും കണ്ടില്ല. അത് ഉറപ്പാക്കിയിട്ടാണ് മറുപടി നൽകിയത്. ഏതായാലും ഞങ്ങൾ അകത്ത് കടന്നു പോയില്ലേ, അതുകൊണ്ട് ഇനി സംസാരിക്കാതെ മടങ്ങുന്നത് ശരിയല്ലല്ലോ. മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ലെങ്കിൽ എനിക്ക് എൻ്റെ വഴി നോക്കേണ്ടി വരും. പോലീസാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. 2നെയും കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളും. ഒട്ടും മയമില്ലായിരുന്നു കരുണദാസിൻ്റെ ശബ്ദത്തിന്.
ജോഷി ജോണിൻ്റെ കാലിൻ്റെ പെരുവിരൽ മുതൽ ഒരു തരിപ്പ് മുകളിലേക്ക് അരിച്ചു കയറുവാൻ തുടങ്ങിയിരുന്നു. താനെന്താണോ പോലീസിനെ വിരട്ടുകയാണോ? അയാളുടെ മുഖത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ടായിരുന്നു ചോദ്യം. ഹായ്, എന്താ ഇത്? പിന്നിൽ മണി കിലുങ്ങും പോലെ ഒരു പെൺശബ്ദം കേട്ട് ജോഷി തിരിഞ്ഞു. സുന്ദരിയായൊരു പെൺകുട്ടി മിഡിയും ടോപ്പും ഹാറ്റും അണിഞ്ഞിട്ടുണ്ട്. അവളിൽ നിന്ന് വില കൂടിയ ഏതോ പെർഫ്യൂമിൻ്റെ ഉത്തമ ഗന്ധം ഉയരുന്നുണ്ടായിരുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങളെ ശകുനം കാണുക എന്ന് പറഞ്ഞാൽ ഷെയും. ഇരുവരെയും ഒന്ന് നോക്കിയിട്ട് അവർക്കിടയിലൂടെ തന്നെ ഒഴുകിപ്പോകും പോലെ അവൾ ഇറങ്ങിപ്പോയി. വലത് കൈയുടെ ചൂണ്ടുവിരലിൽ ചെയ്യാൻ കറങ്ങുന്നുണ്ടായിരുന്നു. കരുണാദാസിൻ്റെ മകളാണിതെന്ന് ജോഷി ചോണിന് മനസ്സിലായി. SI ലക്ഷ്മണൻ വാതിൽ കടക്കും വരെ നോക്കി നിന്നു. ജൽസ പോയതിനു ശേഷമാണ് കരുണാദാസ് പറഞ്ഞത്. അതേടോ, ഞാൻ പോലീസിനെ വിരട്ടുക തന്നെയാ. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ താനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളി വന്നത് ബാട്ടിയെക്കുറിച്ച് എന്നിൽ നിന്നും അറിയാനാവും. മനസ്സില്ല എനിക്ക് പറയുവാൻ. തന്നെയൊക്കെ ഇങ്ങോട്ടയച്ച ആ കഴിവേണ്ടി മോളോട് ചെന്ന് പറഞ്ഞേരെ. ഇനി ക്ഷമിക്കാൻ കഴിയില്ല ജോണിന്. എന്തു പറഞ്ഞിട താൻ എന്നലറിയതും മുന്നോട്ട് കുതിച്ച അയാൾ കരുണാദാസിൻ്റെ ജുബയിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. എന്നാൽ പൊടുന്നനെ ആ ഹാളിലേക്കുള്ള എല്ലാ വാതിലുകളുടെയും ഓരോരുത്തർ പുറത്തു വന്നു. അവർ ഒരു വലയമായി ചുരുങ്ങി വന്നു. സാറിനെ വിടറ പോലീസേ, തിമ്മയ്യൻ അലറി. അല്ലെങ്കിൽ നിന്റെ രണ്ടിൻ്റെ ശവമേ ഇവിടെ കൊണ്ടുപോകൂ. ജോഷി ജോൺ ഒന്ന് പതറി. തിമ്മയ്യൻ ഒരു റിവോൾവർ വലിച്ചെടുത്ത് ചൂണ്ടി. ഒരു വട്ടമേ ഞാൻ പറയൂ. അയാളുടെ ചലനമില്ലാത്ത കണ്ണുകൾ കണ്ടപ്പോൾ പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന് തോന്നി. അറിയാതെ കൈകൾ അയഞ്ഞുപോയി. കരുണാദാസ് അത് തട്ടിമാറ്റി. പിന്നെ ജുബയിൽ വീണ ചുളിവുകൾ നിവർത്തി. ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാലും ജയിക്കുക ബുദ്ധിമുട്ടാണെന്ന് ജോഷിക്കറിയാമായിരുന്നു. മാത്രവുമല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് മടങ്ങിച്ചെന്നാൽ റാണി സാറിൻ്റെ പ്രതികരണമോ എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാൻ വയ്യ. പോകാൻ ലക്ഷ്മണ. മറ്റുള്ളവരോട് ഒന്നും പറയാതെ ജോഷി ജോൺ പിന്തിരിഞ്ഞു. വാതിൽക്കലെത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. കരുണാദാസ്, ഞങ്ങളെ തോൽപ്പിച്ച് വിട്ടതാണെന്നുള്ള അഹങ്കാരം വേണ്ട. നിങ്ങളെ പൊക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടിടാൻ എനിക്ക് മുകളിൽ നിന്നും ഒരു ഉത്തരവ് കിട്ടിയാൽ ഇതിൻ്റെ ഇരട്ടിപ്പേര് നിങ്ങൾക്ക് ചുറ്റും നിന്നാലും ഞാനത് ചെയ്തിരിക്കും, ഓർത്തോ. മറുപടിയായി കരുണാദാസ് ഉറക്കെ ചിരിച്ചു. ജോഷി ജോണും മറ്റും മടങ്ങി. റാണി IPS അവരെ കാത്തിരിക്കുകയായിരുന്നു. അവിടെ നടന്ന സംഭവങ്ങൾ അതേപടി തന്നെ കമ്മീഷണറുടെ മുന്നിൽ അവതരിപ്പിച്ചു ജോഷി ജോൺ. റാണി ഒന്ന് തലകുലുക്കി. അയാളെ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുവന്നിരാൻ ഇപ്പോൾ അയാളുടെ പേരിൽ ഒരു കേസ് നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോയി. സാരമില്ല, കാത്തിരിക്കാം നമുക്ക്. അടുത്ത് തന്നെ അവസരം വരും. അന്ന് നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ കിളി പറയും പോലെ അയാൾ മറുപടി പറയും. ഷുവർ. ജോഷി ജോണിൻ്റെ മുഖം തെളിഞ്ഞു. കരുണാദാസും റാണി IPSും തമ്മിൽ കൊമ്പുകോർത്ത വിവരം കർണനും മണിവേലുവും അറിയുന്നുണ്ടായിരുന്നു. കൊള്ളാം മണി, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറയുന്നത് പോലെ ആകുകയാ കാര്യങ്ങൾ. നമ്മളെയും അവളെയും തമ്മിൽ കൂട്ടിത്തല്ലിക്കാനാണ് കരുണാദാസ് ആദ്യമേ നോക്കിയത്. എന്നിട്ടൊടുവിൽ അത് അയാൾക്ക് തന്നെ പാരയായി. എന്നാലും അങ്ങ് തലസ്ഥാനത്ത് നിന്ന് കമ്മീഷണർക്ക് ഉത്തരവ് കിട്ടും നമുക്കെതിരെ തിരിഞ്ഞോളാൻ. DGP ഗോപിനാഥനാണെങ്കിൽ ആ പഴയ ഒരു ചുരുക്കം മനസ്സിലുണ്ട് താനും. മണിവേലു ഒരു സിഗരറ്റ് കത്തിച്ചു. റാണി ഗ്രൂപ്പ് കോംപ്ലക്സിലെ തങ്ങളുടെ AC ഓഫീസ് ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു അവർ. പുറത്ത് കത്തിക്കാളുകയായിരുന്നു കൊച്ചി പട്ടണം. ഇന്നലെ രാത്രിയിൽ ഞാൻ മുഖ്യമന്ത്രി രാജപ്പനെ ഒന്ന് വിളിച്ചിരുന്നു, കർണം പറഞ്ഞു. എന്നിട്ട് റാണിയെ കൊച്ചിക്ക് വിട്ടത് പ്രത്യേകിച്ചുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലെന്ന്. പക്ഷേ ഞാൻ വിളിച്ചപ്പോഴേ മുഖ്യനുണ്ടായ പതർച്ച ഫോണിലൂടെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ. പഴയ കാരക്കാട് സംഭവത്തിൻ്റെ വീഡിയോ കാസറ്റ് ഭദ്രമായി ഇപ്പോഴും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ മേലായിരുന്നോ? അതയാൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. ഏതായാലും റാണിയുടെ ഓരോ നീക്കവും വാച്ച് ചെയ്യാനുള്ള ഏർപ്പാട് വേണം. അതൊക്കെ ചെയ്തിട്ടുണ്ട്. സമയം കടന്നുപോയി. കൊച്ചി തണുത്തു തുടങ്ങി. ഇരുളിൻ്റെ ആവരണം വൈദ്യുതി വിളക്കുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള കരുത്തില്ലാതെ ശങ്കിച്ചു നിന്നു. കരുണാദാസ് അപ്പോൾ തൻ്റെ അനുചരന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരുന്നു. തന്നെ ധിക്കരിച്ച് തൻ്റെ ബംഗ്ലാവിൽ കടന്ന DYSP ജോഷിന് അതിൻ്റെ മറുപടി മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് കരുണാദാസ് കണക്കുകൂട്ടി. അത് മനസ്സിലാക്കുവാനാണ് തൻ്റെ അനുയായികളെ അയാൾ നിയോഗിച്ചത്. ആജ്ഞ കിട്ടിയ അനുയായികൾ അത് നടപ്പാക്കാൻ ഇറങ്ങിയ നിമിഷം യാതൊന്നും അറിയാതെ ജോഷി ജോണും ഓഫീസിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. സമയം 10:30. ഓഫീസിൽ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട ചില ജോലികൾ ഉണ്ടായിരുന്നതിനാലാണ് ഇത്രയും വൈകിയത്. റാണി നേരത്തെ പോയി കഴിഞ്ഞിരുന്നു. ജീപ്പിൽ സ്വയം ഡ്രൈവ് ചെയ്താണ് അയാൾ ക്വാർട്ടേഴ്സിലേക്ക് പോയത്. 10 മിനിറ്റ് നേരത്തെ യാത്ര. റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് ഇനിയും കുറഞ്ഞിട്ടില്ല. റാണി സാറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചില പുതിയ പദ്ധതികളുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതെന്തൊക്കെയാണെന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല. ഏതായാലും കരുണാദാസ് അധികം വൈകാതെ തന്നെ കുരുക്കിൽ വീഴുമെന്ന് ഉറപ്പ്. ജോഷി ജോണിൻ്റെ മനസ്സിൽ അപ്പോഴും കരുണാദാസിൻ്റെ മുഖം മായാതെ നിൽക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായി തന്നോട് എത്ര ധിക്കാരപൂർണ്ണമായാണ് അയാൾ സംസാരിച്ചതും പ്രവർത്തിച്ചതും. പ്രധാന റോഡിൽ നിന്ന് ജീപ്പ് ഇടത്തേക്ക് തിരിഞ്ഞ് ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തേക്കുള്ള പോക്കറ്റ് റോഡിൽ കടന്നു. 200 മീറ്റർ കൂടി കഴിഞ്ഞാൽ ക്വാർട്ടേഴ്സായി. പക്ഷേ അല്പം മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു ലോറി റോഡ് നിറഞ്ഞ് എതിരെ വന്നു. ജോഷി ജോൺ ബ്രേക്ക് അമർത്തി. പക്ഷേ ലോറി നിർത്തിയില്ല.
അത് കൂടുതൽ വേഗത്തിൽ പാഞ്ഞടുക്കുകയാണ്. ജോഷി ജോണിൻ്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ ഹോണടിച്ചു. പക്ഷേ ഡ്രൈവർ അത് കേട്ട മട്ടില്ല. ലോറി മുന്നോട്ട് അതേ വേഗതയിൽ തന്നെ വരികയാണ്. ജോഷിക്ക് എന്തോ അപകടം മണത്തു. റോഡിൽ ലോറിക്ക് കടന്നു പോകാനുള്ള സ്ഥലമില്ല. മെയിൻ റോഡുമായി അല്പദൂരമേ ഉള്ളൂവെങ്കിലും അത്രയും റിവേഴ്സിൽ പോകാനുള്ള നേരവുമില്ല. ഞൊടിയിടയിൽ അയാൾ റിവോൾവർ വലിച്ചെടുത്തു. പക്ഷേ ആ നിമിഷം തന്നെ ഭീകരമായൊരു ശബ്ദത്തോടെ ലോറി പോലീസ് ജീപ്പിൽ വന്നിടിച്ചു. ഗ്ലാസ് ഉടഞ്ഞ് അയാളുടെ മടിയിലേക്ക് വീണു. ജോഷി ജോൺ പിന്നോട്ട് മലച്ചു പോയി. ജീപ്പും നിരങ്ങി മാറി. ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ തകർന്നു. അപ്പോൾ ലോറി നിന്നു. ജോഷിയുടെ കാലുകൾ മാറിപ്പോയിരുന്നതിനാൽ ജീപ്പിൻ്റെ എഞ്ചിൻ നിലച്ചു. റാസ്കൽ! ജോഷി ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി. അതേ നേരത്തെ തന്നെ ലോറിയിൽ നിന്ന് ചിലർ കുതിച്ചിറങ്ങി കഴിഞ്ഞിരുന്നു. അവർ ജോഷി ജോണിൻ്റെ തൊട്ടുമുന്നിലെത്തി. ജീപ്പ് വരുന്നത് നിനക്കൊന്നും കാണാവയ്യടാ, ജോഷി ശബ്ദമുയർത്തി. മറുപടി ഉണ്ടായില്ല. ലോറിയുടെ ഹെഡ്ലൈറ്റുകൾ അണയാതിരുന്നതിനാൽ അയാൾക്ക് കണ്ണഞ്ചിപ്പോയി. അറിഞ്ഞുകൊണ്ട് തന്നെയാടാ നിന്റെ ജീപ്പിൽ ലോറി കൊണ്ടിടിച്ചത്. അത് പറഞ്ഞതും അവരിൽ ഒരാളുടെ കാൽ മിന്നൽ പോലെ മുകളിലേക്ക് ഉയർന്നു. അയാളുടെ കയ്യിലിരുന്ന റിവോൾവർ തെറിച്ചുപോയി. തൊട്ടടുത്ത മതിലും കടന്ന് അത് അപ്പുറത്തെങ്ങോ ചെന്ന് വീണു. ജോഷി ഒരു നിമിഷമേ പതറിയുള്ളൂ. ഞൊടിയിടയിൽ അയാൾ ശത്രുക്കളെ ആക്രമിച്ചു. പൊരിഞ്ഞ പോരാട്ടം. ശത്രുക്കൾ 4 പേരുണ്ടായിരുന്നു. അവരുടെ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ അയാൾക്കായില്ല. പിന്നിലൂടെ ചീറിയെത്തിയ ഒരു ഇരുമ്പ് തണ്ട് അയാളുടെ തോൾപ്പലക ചതച്ചു. വല്ലാത്തൊരു ആർത്തനാദത്തോടെ വെട്ടിത്തിരിഞ്ഞ ജോഷി കാലുയർത്തി എതിരാളിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അയാൾ പിന്നോട്ട് മലർന്നു. ഇരുമ്പ് തണ്ട് പിടിവിട്ട് റോഡിൽ വീണു. ആ നിമിഷം പിന്നിൽ നിന്ന് 3 പേർ അയാളെ മുറുകെ പിടിച്ചു. ജോഷി കുതറി നോക്കി. പക്ഷേ അവരുടെ പിടി കൂടുതൽ മുറുകിയതേയുള്ളൂ. തറയിൽ വീണവൻ പിന്നെയും ഇരുമ്പ് തണ്ടുമായി ചാടി എണീറ്റു. ജോഷിയുടെ ഇടതു കാൽ മുട്ടിന് താഴെ അത് ആഞ്ഞു പതിച്ചു. അമ്മേ! അലറിക്കരഞ്ഞുപോയി ജോഷി. കാലിൻ്റെ ബലം പെട്ടെന്ന് ക്ഷയിച്ചതുപോലെ. മറ്റുള്ളവർ പിടിവിട്ടു. ഒരു ചാക്കുകെട്ട് പോലെ ജോഷി തറയിൽ വീണു. സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രീതിക്ക് വേണ്ടി മാന്യന്മാരെ അപമാനിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇനി നിനക്ക് നഷ്ടമാകുന്നത് നിന്റെ തലയായിരിക്കും. ഓർമ്മ വച്ചോ, ഇത് വെറും ഒരു പരിചയപ്പെടൽ മാത്രം. ജോഷി ജോൺ തറയിൽ കിടന്ന് പുഴുവിനെ പോലെ പിടഞ്ഞു. അവർ 4 പേരും ഞൊടിയിടയിൽ ലോറിയിൽ കയറി. വന്ന വഴിയെ ലോറി പിന്നോട്ട് പോയി. വാട്ട്? മൊബൈൽ ഫോൺ കാതിൽ നിന്ന് മാറ്റിയിട്ട് ഗർജിക്കുകയായിരുന്നു റാണി IPS. ഉറക്കം വിട്ടുണർന്ന സീത നോക്കുമ്പോൾ റാണി കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയായിരുന്നു. എന്താ മോളെ? സീത പരിഭ്രമിച്ചു. എനിക്ക് ഉടനെ ഒരിടം വരെ പോകണം. പറയുന്നതിനിടയിൽ തന്നെ അവൾ ധൃതിയിൽ വേഷം മാറി. സീത അമ്പരപ്പോടെ മകളെ നോക്കിയിരുന്നു. അമ്മ വാതിലടച്ച് കിടന്നോ? അവൾ റിവോൾവർ എടുത്ത് അതിൽ തിരകളുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അരയിൽ തിരുകി. അതുകൂടി കണ്ടപ്പോൾ സീതയുടെ പരിഭ്രമമേറി. മോളെ, ഈ പാതിരാത്രിയിൽ നീ ഒറ്റയ്ക്ക്? അമ്മേ, ഏത് സമയത്തും ഡ്യൂട്ടി നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. പറയുന്നതിനിടയിൽ തന്നെ അവൾ തൊപ്പിയും വണ്ടിയുടെ താക്കോലും എടുത്ത് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എന്തോ പറയുവാൻ വന്നത് സീത വിഴുങ്ങിക്കളഞ്ഞു. ലിഫ്റ്റിൽ റാണി താഴെ എത്തി. പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് ജിപ്സിയിൽ കയറി വാച്ചർ ഗേറ്റ് തുറന്നു കൊടുത്തു. വിജനമായി തുടങ്ങിയ റോഡിലേക്ക് ജിപ്സി ഇറങ്ങി. ട്രസ്റ്റ് ഹോസ്പിറ്റൽ മുറ്റത്ത് ജിപ്സി ഇരമ്പി നിന്നു. ധൃതിയിൽ റാണി ഇറങ്ങി. അവിടെ ഒരു പോലീസ് ജീപ്പും ഡ്രൈവറും ഉണ്ടായിരുന്നു. അയാൾ അറ്റൻഷനായി. റാണി അകത്തെത്തി. കാഷ്വാലിറ്റിക്ക് മുന്നിൽ CI യൂസഫും SI ലക്ഷ്മണനും കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. അവരും അറ്റൻഷനായി. ജോഷി ജോൺ സാർ അകത്തുണ്ട്. ഇടതുകാലിന് ഒടിവുണ്ടെന്നാണ് ഡോക്ടർമാരുടെ സംശയം. എക്സ്റേ യൂണിറ്റ് ഇനി രാവിലെ പ്രവർത്തിക്കൂ, യൂസഫ് അറിയിച്ചു. റാണി അമർത്തിയൊന്ന് മൂളി. എങ്ങനെയായിരുന്നു സംഭവം? സാർ, വഴിയാത്രക്കാരോ വിളിച്ചറിയിച്ചതനുസരിച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ ജോഷി സാർ ബോധമില്ലാതെ റോഡിൽ കിടക്കുകയായിരുന്നു. ഏതോ വണ്ടിയിടിച്ച് ജീപ്പിൻ്റെ മുൻഭാഗം തകർന്നു പോയിരുന്നു. കണ്ടത് മുഴുവൻ അയാൾ പറഞ്ഞു കേൾപ്പിച്ചു. ഇടിച്ചെന്ന് പറയുന്ന വാഹനം അത് അവിടെയെങ്ങും ഇല്ലായിരുന്നു സാർ. റാണിയുടെ തലച്ചോറിനുള്ളിൽ ഒരു സ്ഫോടനം നടന്നു. ആ പോക്കറ്റ് റോഡിലൂടെ അത്രമാത്രം വേഗത്തിൽ ഒരു വാഹനം വരണമെങ്കിൽ, മാത്രമല്ല ചെറിയ വാഹനമൊന്നും ആയിരിക്കില്ല ജീപ്പിലിടിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ അതും അവിടെ നിന്ന് മാറ്റാൻ കഴിയുമായിരുന്നില്ലല്ലോ. റാണിക്ക് എന്തോ പന്തിക്കേട് തോന്നി. മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമായിരിക്കും ഇത്. കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ജോഷിയുമായി സംസാരിക്കേണ്ടിയിരിക്കുന്നു. റാണി ഡ്യൂട്ടി ഡോക്ടറെ കണ്ടു. ജോഷിക്ക് ബോധം വീണ്ടും കിട്ടിയെന്നും എന്നാൽ വേദന അറിയാതിരിക്കാനുള്ള മരുന്ന് നൽകിയതിൻ്റെ സെഡേഷനിലാണെന്നും ഡോക്ടർ അറിയിച്ചു. അസ്വസ്ഥതയോടെ റാണി ഒരു കസേരയിലിരുന്നു. ജോഷിയോടൊന്ന് സംസാരിക്കാനും കാര്യങ്ങളറിയാനും മനസ്സ് ധൃതി പിടിക്കുകയായിരുന്നു. സമയം കടന്നുപോയി. വെളുപ്പിന് 4 മണി. കസേരയിലിരുന്ന് മയങ്ങുകയായിരുന്ന റാണിയെ വിളിച്ചുണർത്തിയത് ഡോക്ടറാണ്. മാഡം, വേണമെങ്കിൽ ഇപ്പോൾ ജോഷി ജോണുമായി സംസാരിക്കാം. റാണി എണീറ്റു. യൂസഫിനെയും ലക്ഷ്മണനെയും ഒന്ന് നോക്കിയിട്ട് അവൾ കാഷ്വാലിറ്റിക്ക് കയറി. കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു ജോഷി. റാണിയെ കണ്ടതും അയാൾ വേദനയോടെ ചിരിച്ചു. ജോഷി, വാട്ട് ഹാപ്പൻഡ്? കിടക്കൈക്കരികിലേക്ക് ഒരു സ്റ്റൂൾ വലിച്ചിട്ട് റാണി അതിലിരുന്നു. ഒരു പ്ലാന്റ് അറ്റാക്കായിരുന്നു സാർ. അയാൾ സംഭവം വിവരിച്ചു. റാണിയുടെ മുഖം മാറി. കണ്ണുകൾ കത്തി. അണപ്പല്ലുകൾ ഞെരിഞ്ഞു. കരുണദാസ്, ആ പേര് റാണിയുടെ പല്ലുകൾക്കിടയിലിരുന്ന് ചതഞ്ഞു. സാർ, ജോഷി ജോൺ ബാക്കി പറഞ്ഞത് അവൾ കേട്ടില്ല. കൊടുങ്കാറ്റായി പുറത്തേക്ക് പാഞ്ഞു കഴിഞ്ഞിരുന്നു റാണി. നഗരത്തിൻ്റെ മാറു പിളർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞു. ഏറ്റവും മുന്നിൽ റാണി IPSൻ്റെ മാരുതി ജിപ്സിയായിരുന്നു. അതിന് പിന്നിൽ 3 ജീപ്പുകൾ നിറയെ പോലീസുകാർ.
നിലം തൊടാതെ പായുകയാണവ. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. റോഡിൽ വലിയ തിരക്കില്ല. അധോലോക നായകൻ കരുണാദാസിന്റെ ബംഗ്ലാവിന്റെ ഗേറ്റിന് മുന്നിൽ ജീപ്പുകൾ ബ്രേക്കിട്ട് നിന്നു. മതിലിനോട് ചേർത്ത് ഉണ്ടാക്കിയിരുന്ന തന്റെ ചെറിയ മുറിയിൽ നിന്ന് വാച്ചർ തലനീട്ടി. റാണിക്ക് തൊട്ടു പിന്നിലുണ്ടായിരുന്ന ജീപ്പിൽ നിന്ന് CI യൂസഫ് ഇറങ്ങി ഗേറ്റിനരികിലെത്തി. തുറക്കട ഗേറ്റ്. വാച്ചർ നെറ്റി ചുളിച്ചു. സാബിനോടൊന്ന് ചോദിച്ചിട്ട് നീങ്ങി വന്നേ. യൂസഫ് വിളിച്ചപ്പോൾ വാച്ചർ അടുത്തു വന്നു. യൂസഫ് ഗേറ്റിനുള്ളിലേക്ക് കൈ കടത്തി ഒറ്റ ഇടിയായിരുന്നു. വല്ലാത്തൊരു നിലവിളിയോടെ അയാൾ ആറ്റുമണലിൽ മലർന്നു വീണു. തൻ്റെ താടിയുടെ ഷേപ്പ് മാറിയതുപോലെ അയാൾക്ക് തോന്നി. വേഗം വന്ന് ഗേറ്റ് തുറക്കട റാസ്കൽ. യൂസഫിൻ്റെ ആ മുഖഭാവം കണ്ടപ്പോൾ വാച്ചർ പരിഭ്രമിച്ചു. പിന്നെ ഒന്നും ആലോചിക്കാതെ അയാൾ എണീറ്റ് ചെന്ന് ഗേറ്റ് തുറന്നു. യൂസഫ് തിരികെ ജീപ്പിൽ കയറി. പോലീസ് വാഹനങ്ങൾ അകത്തേക്ക് ഇരമ്പിച്ചെന്ന് നിന്നു. അതിൽ നിന്നിറങ്ങിയ റാണി പോലീസുകാരെ നോക്കി. യാതൊരു കാരണവശാലും ഒരാൾ പോലും ഗേറ്റ് കടന്ന് പുറത്തു പോകരുത്. സാർ. SI ലക്ഷ്മണൻ 2 കോൺസ്റ്റബിൾമാരെ ഗേറ്റിലേക്ക് അയച്ചു. അവർ ഗേറ്റ് അടച്ച് അവിടെ കാവൽ നിന്നു. റാണി സർക്കിൾ ഇൻസ്പെക്ടർക്ക് കണ്ണുകൾ കൊണ്ട് നിർദ്ദേശം നൽകി. അയാൾ സിറ്റൗട്ടിലേക്ക് കയറി കാളിംഗ് ബെല്ലമർത്തി. അകത്ത് ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം. ആ നേരത്ത് തോക്കേന്തിയ പോലീസുകാർ കരുണദാസിന്റെ ബംഗ്ലാവിന് ചുറ്റും വലയം തീർത്തു കഴിഞ്ഞിരുന്നു. കാളിംഗ് ബെല്ലമർത്തിയതും അകത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. വീണ്ടും ഒരു വട്ടം കൂടി യൂസഫിന്റെ വിരൽ സ്വിച്ചിൽ അമർന്നു. ഇത്തവണ അകത്ത് കാൽ പെരുമാറ്റം കേട്ടു. വാതിൽ തുറക്കപ്പെട്ടു. ഒരു വേലക്കാരൻ. തൊട്ടു മുന്നിൽ പോലീസിനെ കണ്ടപ്പോൾ അവനൊന്ന് വിളറിയെന്ന് വ്യക്തം. അപ്പോഴേക്കും റാണി മുന്നിലെത്തിയിരുന്നു. കരുണദാസ് ഉണ്ടോടാ? ഉണ്ട്, എണീറ്റിട്ടില്ല. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. റാണി കയ്യൻ അവൻ്റെ താടിയിൽ മുട്ടിച്ചു. ഏത് മുറിയിലാ അയാൾ കിടക്കുന്നത്? അങ്ങോട്ട് നടക്ക്. ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചു നിർത്തിയാൽ സാറ് ദേഷ്യപ്പെടും. നിന്റെ സാറ് ആരാടാ? അമേരിക്കൻ പ്രസിഡന്റോ? യൂസഫ് അവന് നേരെ കൈ വാങ്ങി. വേണ്ട യൂസഫേ, റാണി പറഞ്ഞപ്പോൾ അയാൾ കൈ താഴ്ത്തി. നടക്ക്. അനുസരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു ഭൃത്യന്. മടിയോടെ അവൻ അവരെ 2ാം നിലയിലേക്ക് ആനയിച്ചു. റാണിയുടെ ഒപ്പം കരുതലോടെ യൂസഫും ലക്ഷ്മണനും ഉണ്ടായിരുന്നു. നേരത്തെ ഒരിക്കൽ വന്നപ്പോഴത്തെ അനുഭവം ലക്ഷ്മണൻ മറന്നിട്ടില്ല. 2ാം നിലയിൽ വലതുഭാഗത്ത് അടഞ്ഞുകിടന്ന വാതിലിന് മുന്നിൽ ഭൃത്യൻ നിന്നു. ഈ മുറിയിലാണ് സാർ. വിളിക്കടാ. അദ്ദേഹം എന്നെ കൊല്ലും സാർ. അപ്പോൾ അയാൾ പലരെയും കൊന്നിട്ടുണ്ടോടാ? റാണിയുടെ ചോദ്യത്തിന് മുന്നിൽ അവൻ പരുങ്ങി. റാണി കെയ്യൻ കൊണ്ട് വാതിൽ തട്ടി. ആരാടാ ഈ കൊച്ചു വെളുപ്പം കാലത്ത്? പുലിമുരളും പോലെ ഒരു ശബ്ദം. അത് ശ്രദ്ധിക്കാതെ റാണി അല്പം കൂടി ഉച്ചത്തിൽ വാതിലിൽ തട്ടി. നായിൻ്റെ മോനെ, ഇന്ന് നിന്നെ ഞാൻ തീർക്കും. തറ ചവിട്ടി കുലുക്കി നടന്നു വരുന്ന ഒച്ച. വാതിൽ തുറക്കപ്പെട്ടതും റാണി റിവോൾവർ വലിച്ചെടുത്ത് കരുണദാസിൻ്റെ കണ്ണുകൾക്കിടയിലായി നെറ്റിയിൽ അമർത്തി. നോ, യു ആർ അണ്ടർ അറസ്റ്റ്. കരുണദാസ് ഒരു നിമിഷ നേരത്തേക്ക് പതറിപ്പോയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അയാൾ സംയമനം വീണ്ടെടുത്തു. എടി പട്ടിച്ചി, നീ ആരോടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയാമോ? ആ മുഖം കോപം കൊണ്ട് വിറച്ചു. തൻ്റെ അപ്പൻ കള്ളക്കടത്തുകാരൻ ശ്യാംദാസ് ജീവിച്ചിരിപ്പില്ലല്ലോ. അല്ലെങ്കിൽ അയാളോട് പറഞ്ഞേനെ. മുഖമടച്ചു ഒരു അടി കിട്ടിയത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. റാണി കീശയിൽ നിന്ന് ഹാൻകർ വലിച്ചെടുത്ത് യൂസഫിന് കൊടുത്തു. കരുണദാസ് പിന്നോട്ട് മാറാൻ ശ്രമിച്ചു. പക്ഷേ റാണി പറഞ്ഞു, താൻ അനങ്ങിപ്പോയാൽ ഒരു ബുള്ളറ്റ് ഈ തല പിളർന്നു പായും. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മുൻ അധോലോക നായകൻ കരുണദാസ് മരിച്ചുവെന്ന് പുറം ലോകം അറിയും. തൻ്റെ ഈ തണ്ണിമത്തൻ പോലെയുള്ള തലയുടെ ചിത്രം ചില്ലുകൾക്കുള്ളിലായി ഭിത്തിയിലിരിക്കേണ്ടെങ്കിൽ അടങ്ങി നിൽക്ക്. എയർ കണ്ടീഷൻ ചെയ്ത മുറിയായിരുന്നിട്ടും കരുണദാസ് വിയർക്കാൻ തുടങ്ങിയിരുന്നു. അയാൾ ധരിച്ചിരുന്ന പൈജാമയും കുർത്തയും വിയർപ്പിൽ നനഞ്ഞു. യൂസഫ് അയാളുടെ വലത് കൈയിൽ വിലങ്ങ് മുറുക്കി. പിന്നെ ആ കൈ പിറകിലേക്ക് തിരിച്ചിട്ട് ഇടത് കൈയും പിന്നിലാക്കി വിലങ്ങിൻ്റെ മറ്റേ അറ്റം ബന്ധിച്ചു. വിലങ്ങിൻ്റെ താക്കോൽ വാങ്ങി റാണി കീശയിലിട്ടു. അപ്പോൾ കരുണദാസിൻ്റെ ശബ്ദമുയർന്നു. എടാ യൂസഫേ, എൻ്റെ കയ്യിൽ വിലങ്ങിടാൻ താൻ ഉപയോഗിച്ച കൈകളുണ്ടല്ലോ, നാളെ അതവിടെ കാണില്ല. പറയുന്നത് കരുണദാസ. വളരെ ഉപകാരം. യൂസഫ് ചിരിച്ചു. എൻ്റെ കൈ പോയാൽ തൻ്റെ തലയും പോകും യൂസഫ പറയുന്നത്. പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് കരുണദാസ് റാണിക്ക് നേരെ തിരിഞ്ഞു. ചില 3ാം കിട മുച്ചീട്ട് കളിക്കാരെ കൊണ്ടുപോകുന്നത് പോലെ എന്നെ കൊണ്ടുപോകാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടേ? അറസ്റ്റ് ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ആ ചോദ്യം ന്യായം. എങ്കിൽ പറഞ്ഞേക്കാം. DYSP ജോഷി ജോണിനെ നിങ്ങൾ വധിക്കാൻ ശ്രമിച്ചു. ഗുരുതരാവസ്ഥയിൽ അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. കരുണദാസ് ഉറക്കെ ചിരിച്ചു. അതിൻ്റെ അലകൾ ആ കെട്ടിടത്തിൻ്റെ ഓരോ മൂലയെയും പിടിച്ചുകൊലുക്കി. റാണിയും യൂസഫും ലക്ഷ്മണനും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. ചിരി നിർത്തി കരുണദാസ് പറഞ്ഞു, അതേടി, ഞാൻ തന്നെയാ അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. പക്ഷേ നിനക്കതിന് എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനുണ്ടോ? അല്ലെങ്കിൽ ഒരു സാക്ഷിയെ? വേണ്ട സമയത്ത് വേണ്ടിടത്ത് ഞാനത് ഹാജരാക്കിക്കൊള്ളാം. നടക്കടോ. നിൻ്റെ അപ്പൻ്റെ പ്രായമുള്ള എന്നോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പൻ്റെ പ്രായമുള്ള ഒരു പട്ടി വീട്ടിലുണ്ടെങ്കിൽ അതിനെയും അപ്പ എന്ന് വിളിച്ചിട്ടുള്ള ശീലമായിരിക്കും തനിക്ക്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഓരോരുത്തർക്കും അർഹിക്കുന്ന പരിഗണനയെ ഞാൻ കൊടുക്കൂ. കരുണദാസ് ഒന്നുകൂടി വിളറി. ബഹളം കേട്ട് കരുണദാസിൻ്റെ ഭാര്യയും മകളും ഓടിയെത്തി. മുന്നിൽ കണ്ട കാഴ്ച അവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഏയ്, എന്താ കമ്മീഷണർ ഇത്? എൻ്റെ ഡാഡി എന്ത് തെറ്റാ ചെയ്തത്? ചെൽസ ശബ്ദമുയർത്തി.
റാണി അവളെ അടിമുടിയൊന്ന് നോക്കി. ഇളം പച്ച നിറത്തിലുള്ള നേർത്ത നൈറ്റിയായിരുന്നു അവളുടെ വേഷം. അടിവസ്ത്രങ്ങളും ശരീരത്തിൻ്റെ മുക്കാൽ ഭാഗവും വ്യക്തമായി പുറത്തു കാണാം. എന്താ മിണ്ടാത്തത്? എൻ്റെ ഡാഡി എന്ത് തെറ്റാ ചെയ്തത്? അവൾ വീണ്ടും ചോദിച്ചു. അത് കേൾക്കണോ? ഇയാൾ ചെയ്ത ആദ്യത്തെ തെറ്റ് നിന്നെപ്പോലെ ഒരു കഴുതയ്ക്ക് ജന്മം തന്നത്. കമ്മീഷണറെ, റാണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവൾ അസഹ്യതരായി വിളിച്ചു. ഷട്ടപ്പ്! റാണി ഷൂസിട്ട കാൽ തറയിൽ ഉയർത്തിച്ചവിട്ടി. ചെൽസ ഭയന്ന് പിന്നോട്ട് മാറി. ഇനി ഒറ്റ അക്ഷരം നീ മിണ്ടിപ്പോയാൽ ഒറ്റയടിക്ക് നിന്റെ കർണം പുകയ്ക്കും ഞാൻ. അതോടെ ചെൽസയുടെ നാവടങ്ങി. നടക്ക്, റാണി കരുണദാസിനോട് പറഞ്ഞു. ഈ വേഷത്തിലോ? ഞാനൊന്ന് ബാത്റൂമിൽ പോകുക പോലും ചെയ്തിട്ടില്ല. കരുണദാസ് പിന്തിരിയാൻ ഭാവിച്ചു. പക്ഷേ യൂസഫ് പിടിച്ചു നിർത്തി. ഇത്രയും കാലം ഇതൊക്കെ ചെയ്തതല്ലേ? ഒരു ദിവസം കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. അയാൾ കരുണദാസിനെ മുന്നോട്ട് തള്ളി. റാണിയെയും പോലീസുകാരെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വേലക്കാരൻ അവിടെ നിന്നിരുന്നു. കരുണദാസ് കാലുയർത്തി അവൻ്റെ നെഞ്ചത്ത് ഒറ്റച്ചവിട്ട്. പട്ടി! നിലവിളിച്ചുകൊണ്ട് അവൻ ഒരു വശത്തേക്ക് വേച്ചുപോയി. റാണി കൈ നിവർത്തിയതും അയാളുടെ കർണത്തൊന്ന് പൊട്ടിച്ചു. കൂടുതൽ ഷോ കാണിക്കാതെ വാടോ. നിന്റെ അന്ത്യം അടുത്തടി. അണയാൻ പോകുന്ന തീയാ നീ. ആളിക്കത്തിക്കോ. ഒടുക്കത്തെ കത്തരാ നിൻ്റേത്. റാണി പിന്നെയും അടിക്കാൻ കൈ ഓങ്ങിയതാണ്. പിന്നെ വേണ്ടെന്ന് വെച്ചു. കരുണദാസിനെ വലിച്ചിഴച്ചുകൊണ്ട് അവർ പടികളിറങ്ങി. എന്നാൽ താഴെ എത്തിയതും ടിമ്മയ്യൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആയുധധാരികൾ അവരെ വളഞ്ഞു. ഞങ്ങളുടെ നേതാവിനെ ചുമ്മാതങ്ങ് കൊണ്ടുപോകാമെന്ന് കരുതിയോടി നീയെ. മര്യാദയ്ക്ക് അദ്ദേഹത്തിൻ്റെ വിലങ്ങഴിച്ചൂട്. വിടടി. ടിമ്മയ്യൻ പല്ലിളിച്ചുകൊണ്ട് റാണിയുടെ തലയ്ക്ക് നേരെ റിവോൾവർ ചൂണ്ടി. ഈ കഥ ഇവിടെ പൂർണ്ണമായി. ഇതിൻ്റെ അടുത്ത ഭാഗം കൊച്ചി കോബ്ര.